കേരള PSCയിൽ വരാൻ പോകുന്ന 10th ലെവൽ പരീക്ഷകൾക്ക് വേണ്ടിയുള്ള ക്ലാസ്സുകളാണ് നമ്മളിവിടെ തുടർച്ചയായിട്ട് ഇട്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ക്ലാസ്സുകളെല്ലാം ഒരു പ്ലേലിസ്റ്റ് ആക്കി നമ്മുടെ ചാനലിൽ തന്നെ വെച്ചിട്ടുണ്ട്. ക്ലാസ്സുകൾ കണ്ടു തുടങ്ങാത്ത ഇനിയാണെങ്കിലും കണ്ടു തുടങ്ങിക്കൊള്ളുക. തുടർച്ചയായിട്ട് നമ്മളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് അപ്ലോഡ് ചെയ്ത് ക്ലാസ്സുകളിട്ട് മുന്നോട്ട് പോവുകയാണ്. നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യണം, അഭിപ്രായങ്ങൾ അറിയിക്കണം. പിന്നെ ക്ലാസ്സിലേക്ക് കടക്കുന്നതിനും ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടെ ഞാൻ പറയുവാണ്. ഈ 10th ലെവൽ പരീക്ഷ ക്രാക്ക് ചെയ്യുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഞാൻ പലതവണ പറഞ്ഞിട്ടുള്ളതാണ്, സിലബസ് അധിഷ്ഠിതമായിട്ട് കണ്ടന്റ് പഠിച്ചു തീർക്കുക എന്നുള്ളത് തന്നെയാണ്. നമ്മളൊരു കാര്യം പഠിച്ചാൽ കുറച്ച് ദിവസം അത് റിവിഷൻ ചെയ്തില്ലേ അത് മറന്നു പോവുക തന്നെ ചെയ്യും. അതുകൊണ്ട് തന്നെ പഠിച്ച കാര്യങ്ങൾ ഇടയ്ക്കിടയ്ക്ക് റിവിഷൻ ചെയ്ത് വേണം മുന്നോട്ട് പോകാൻ. അങ്ങനെ സിലബസ് കംപ്ലീറ്റ് ചെയ്യാൻ നിങ്ങളെ സഹായിക്കുന്ന രീതിയിലുള്ള ക്ലാസ്സുകളാണ് ഇവിടെ ഞാൻ പ്രൊവൈഡ് ചെയ്ത് പോകുന്നത്. നന്നായിട്ടിത് പ്രയോജനപ്പെടുത്തുക. വീഡിയോയുടെ അവസാനം എക്സ്ട്രാ ആയിട്ട് പഠിക്കാൻ ഒരു ടോപ്പിക്കോട് പറയും എല്ലാ വീഡിയോയുടെ അവസാനം. അതും കൂടെ നിങ്ങൾ ദിവസവും പഠിച്ച് മുന്നോട്ട് പോകണം. ഓക്കെ. പിന്നെ ഈ പരീക്ഷകൾക്ക് പഠിക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ സ്റ്റഡി മെറ്റീരിയൽസും പ്രൊവൈഡ് ചെയ്തുകൊണ്ട് നമ്മളൊരു കോഴ്സ് ചെയ്യുന്നുണ്ട്. ഇതുവരെ സിസ്റ്റമാറ്റിക്കായിട്ട് പഠനം തുടങ്ങാത്തവർ, വലുതായിട്ട് സ്റ്റഡി മെറ്റീരിയൽ ഒന്നും കയ്യിലില്ല, എങ്ങനെയാണ് പഠിക്കേണ്ടതെന്ന് അറിയാത്തവർക്കൊക്കെ നമ്മൾ തരുന്ന ആ ഒരു കോഴ്സ് വെച്ച് അങ്ങ് പക്കായിട്ട് പഠിച്ചു പോയാൽ മതി. കോഴ്സിൽ തരുന്ന കണ്ടൻറ്റ് വെച്ച് ഫുൾ സിലബസും കംപ്ലീറ്റ് ചെയ്യാം. ആവശ്യമുള്ളതെല്ലാം അതിനകത്ത് പ്രൊവൈഡ് ചെയ്യും. അതിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ, ഇനി കുറച്ച് പേർക്കൂടെ ജോയിൻ ചെയ്യാൻ സാധിക്കത്തുള്ളൂ, ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു വാട്സാപ്പ് നമ്പറിൽ PSC LDC എന്ന് മെസ്സേജ് അയക്കുക. ഓക്കെ, വീഡിയോയിലേക്ക് കിടക്കാം. നമ്മുടെ സിലബസിലെ കേരള ചരിത്രം എന്ന ടോപ്പിക്ക് തുടങ്ങുന്നത് തന്നെ യൂറോപ്യന്മാരുടെ വരവും സംഭാവനകളും എന്ന ടോപ്പിക്കോട് കൂടിയാണ്. അപ്പോൾ ആ ഒരു ഭാഗത്തിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഈ കാര്യങ്ങൾ ഇന്ന് തന്നെ പഠിച്ചു പോകാൻ ശ്രമിക്കുക. ഓക്കെ, വീഡിയോയുടെ അവസാനം എക്സ്ട്രാ ആയിട്ട് ഒരു ടോപ്പിക്കൂടെ പഠിക്കാൻ ഞാൻ പറയുന്നുണ്ട്, അതുകൂടി ഒന്ന് നോക്കി പോകണം. വീഡിയോയിലേക്ക് കിടക്കാം. യൂറോപ്യന്മാരുടെ വരവും സംഭാവനകളും ഈ ഒരു ഭാഗം പഠിച്ചു തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഒരു കാര്യം പറയുവാണ്. ഇത് ഒരു കഥ പോലെ കേട്ടിരുന്ന് പഠിച്ചു പോകാവുന്ന സംഭവമേ ഉള്ളൂ ഈ ഒരു കേരള ചരിത്രം എന്ന് പറയുന്നത്. പക്ഷേ നമ്മൾ മനസ്സിൽ ഓർത്തിരിക്കേണ്ട, കാണാതെ പഠിച്ചു പോകേണ്ട ചില വർഷങ്ങളും ചില ടേംസും ഒക്കെ ഉണ്ട്. അത് ഞാൻ പറയുന്ന കൂട്ടത്തിൽ തന്നെ നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ എന്തെങ്കിലും കോഡൊക്കെ ഉപയോഗിച്ചും അതുപോലെ ഞാൻ പറയുന്ന കോഡുകൾ മതിയെങ്കിൽ അതൊക്കെ ഉപയോഗിച്ച് ഒന്ന് ആ മൊമെൻറ്റിൽ തന്നെ പഠിച്ചു പോകണം. അങ്ങനെ പഠിച്ചു പോകുകയാണെങ്കിൽ സിമ്പിളായിട്ട് നമ്മൾ ഈ ക്ലാസ്സൊക്കെ കേട്ട് തീരുന്ന സമയം കൊണ്ട് തന്നെ ഈ ടോപ്പിക്കെല്ലാം നമുക്ക് കവർ ചെയ്യാൻ പറ്റും. വളരെ സിമ്പിളായിട്ടുള്ള ഒരു ടോപ്പിക്കാണ് കേരള ചരിത്രം. ഒരു കഥ പോലെ ഓർത്തിരുന്നാൽ മതി. അപ്പോൾ അങ്ങനെ സെറ്റായിട്ട് നമുക്ക് പഠിച്ചു പോകാം. ഓക്കെ, അപ്പോൾ പയ്യെ നമ്മൾ ടോപ്പിക്കിലേക്ക് കടക്കുവാണ്. ഒരു 15ാം നൂറ്റാണ്ടിൻ്റെ അവസാന കാലഘട്ടത്തിലൊക്കെ ആയപ്പോഴാണ് യൂറോപ്യന്മാർ പയ്യെ കേരളത്തിലേക്ക് വരാൻ തുടങ്ങിയത് വ്യാപാരത്തിനായി. 15ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടെ യൂറോപ്യന്മാർ വ്യാപാരത്തിനായി കേരള തീരത്ത് എത്തി. ഇതിനു മുമ്പ് ചൈനക്കാരും അറബികളും ഒക്കെ വ്യാപാരത്തിന് വേണ്ടി ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. യൂറോപ്യന്മാർ വരുന്നതിന് മുമ്പ് തന്നെ ചൈനക്കാരും അറബികളും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. യൂറോപ്യന്മാരുടെ ആഗമനത്തിന് മുമ്പ് തന്നെ കേരളവുമായി വാണിജ്യ ബന്ധം പുലർത്തിയിരുന്ന വിദേശികളാണ് അറബികളും ചൈനക്കാരും. 15ാം നൂറ്റാണ്ടിൻ്റെ അവസാനമൊക്കെ ആയപ്പം യൂറോപ്യന്മാർ വന്നു തുടങ്ങി. ഇനി യൂറോപ്യന്മാരിൽ ആദ്യം വന്നത് പോർച്ചുഗീസുകാരാണ്. നമ്മൾ ഈ മലയാള സിനിമയിലെ പഴയ കേരള ചരിത്രമൊക്കെ പറഞ്ഞ സിനിമകൾ നോക്കിയാൽ ഇപ്പോൾ ഉറുമിയാണെങ്കിലും കുഞ്ഞാലി മരിക്കാനാണെങ്കിലും പറങ്കികളുമായിട്ടുള്ള പ്രശ്നമാണല്ലോ. പറങ്കികൾ നമ്മുടെ മണ്ണിൽ കാല് കുത്തില്ല എന്നൊക്കെ പറഞ്ഞുള്ള പ്രശ്നങ്ങളല്ലേ. അപ്പോൾ ഏറ്റവും ആദ്യം വന്നത് ഈ നമ്മുടെ ഇങ്ങോട്ട് വന്നത് ഉമ്മാരാണ്, ഈ പറങ്കികളാണ്, പോർച്ചുഗീസുകാരാണ്. അതുകൊണ്ടാണ് മിക്കതിലും ആദ്യം പറങ്കികളുമായിട്ടുള്ള പ്രശ്നം കാണിക്കുന്നത്. പോർച്ചുഗീസുകാരാണ് ആദ്യം എത്തിയത്. ഇന്ത്യയിൽ കടൽ മാർഗ്ഗം കച്ചവടത്തിനായി എത്തിയ ആദ്യ യൂറോപ്യന്മാരാണ് പോർച്ചുഗീസുകാർ. ഇന്ത്യയിൽ കടൽ മാർഗ്ഗം കച്ചവടത്തിനായി എത്തിയ ആദ്യ യൂറോപ്യന്മാർ ആരെന്ന് ചോദിച്ചാൽ അതൊരു ചോദ്യമായിട്ട് തന്നെ PSC പരീക്ഷ ചോദിക്കാറുണ്ട്. പോർച്ചുഗീസുകാരാണ്. കടൽ മാർഗ്ഗം എത്തിയവരുമായിട്ട് ബന്ധപ്പെട്ട് കടൽ കാ കൂട്ടി തന്നെ വേറൊരു പോയിന്റ് കൂടെ ഉണ്ട്. കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് വഴി കേരളത്തിൽ എത്തിച്ചേർന്ന ആദ്യ യൂറോപ്യൻ ശക്തി ആരെന്ന് ചോദിച്ചാലും പോർച്ചുഗീസുകാരാണ്. കടൽ മാർഗ്ഗം കച്ചവടത്തിനല്ലേ എത്തിയത്. കച്ചവടത്തിന് എത്തുമ്പോൾ എല്ലാവരും ഒരു പ്രതീക്ഷ എന്താണ്, നല്ലൊരു ഹോപ്പ് ഉണ്ടല്ലോ, അല്ലേ, നല്ല രീതിയിൽ കച്ചവടം നടത്താം എന്നൊക്കെയുള്ളൊരു ഹോപ്പ് ഉണ്ടല്ലോ, ഗുഡ് ഹോപ്പ് കാണുമല്ലോ. അപ്പോൾ കടൽ മാർഗ്ഗം കച്ചവടത്തിനായി എത്തിയ ആദ്യ യൂറോപ്യന്മാരായ പോർച്ചുഗീസുകാർക്ക് ഒരു ഗുഡ് ഹോപ്പ് ഉണ്ടായിരുന്നു. കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് വഴി, ആ പോയിന്റ് കണക്ട് ചെയ്യാമല്ലോ. കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് വഴി കേരളത്തിൽ എത്തിച്ചേർന്ന ആദ്യ യൂറോപ്യൻ ശക്തി ആരെന്ന് ചോദിച്ചാലും പോർച്ചുഗീസുകാരാണ്. ഇനി 1453 ഒട്ടോമാൻ തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പോൾ പിടിച്ചെടുത്തത് മൂലം യൂറോപ്യന്മാർക്ക് ഇന്ത്യയിലേക്ക് പുതിയ കടൽ മാർഗ്ഗം കണ്ടുപിടിക്കേണ്ടി വന്നു. 1453 ഒട്ടോമൻ തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പോൾ പിടിച്ചെടുത്തത്. വേണമെങ്കിൽ ഓർത്തിരിക്കാൻ വേണ്ടി, കോൺസ്റ്റാന്റിനോപ്പോൾ എന്ന വാക്ക് ആരംഭിക്കുന്നത് C എന്ന അക്ഷരത്തിലാണല്ലോ. ഇംഗ്ലീഷ് അക്ഷരമാലയിലെ 3ാമത്തെ ആൽഫബറ്റാണല്ലോ C. 1453 അത് 3-ലാണല്ലോ അവസാനിക്കുന്നത്. സോ 453 ഉറപ്പിക്കാമല്ലോ. 453 ഒട്ടോമാൻ തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പോൾ പിടിച്ചെടുത്തത്. അതുമൂലമാണ് ഇന്ത്യയിലേക്ക് പുതിയ കടൽ മാർഗ്ഗം ഇവർക്ക് കണ്ടുപിടിക്കേണ്ടി വന്നത്. ഓക്കെ, അപ്പം കടൽ മാർഗ്ഗം കച്ചവടത്തിനായി എത്തിയ ആദ്യ യൂറോപ്യന്മാരാണ് പോർച്ചുഗീസുകാർ. കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് വഴിയാണ് കേരളത്തിൽ എത്തിച്ചേർന്ന യൂറോപ്യൻ ശക്തിയായ ഈ പോർച്ചുഗീസുകാർ. ഓക്കെ, ഇനി നമ്മൾ പോർച്ചുഗീസുകാരുമായി ബന്ധപ്പെട്ട വാസ്കോഡ ഗാമയുമായി ചേർന്ന് നിൽക്കുന്ന കുറച്ച് പോയിന്റുകളാണ് പറയാൻ പോകുന്നത്. കടൽ മാർഗ്ഗം ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യൻ ആരെന്ന് ചോദിച്ചാൽ വാസ്കോഡ ഗാമയാണ്. മിക്ക സിനിമകളിലും വാസ്കോഡ ഗാമയെ പറ്റി ഒരുപാട് നല്ല കാര്യങ്ങളും പല സ്ഥലങ്ങളിലും പറയുന്നുണ്ട്. എന്നാൽ ഒരുപാട് ക്രൂരനാണ്, മോശപ്പെട്ട കാര്യങ്ങളും പല രീതിയിൽ ചരിത്രത്തിൽ പറയുന്നുണ്ട്. നമുക്ക് ഇച്ചിരി മോശമായിട്ട് തന്നെ പുള്ളി എടുക്കാം. എൻ്റെ മനസ്സിൽ പുള്ളി ഇങ്ങനെ മോശമായിട്ട് തന്നെ ഇരിക്കുന്നത്. നമ്മുടെ എല്ലാവരുടെയും മിക്ക രീതിയിൽ അങ്ങനെയൊക്കെ ആണല്ലോ. പുള്ളി ഭയങ്കര പ്രശ്നക്കാരനാണ്, സിനിമകളും കഥകളൊക്കെ ഉണ്ട്.
ചരിത്രമൊക്കെ വെച്ച് നമുക്കറിയാമല്ലോ. വാസ്കോഡ ഗാമ കടൽ മാർഗ്ഗം ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യൻ ആര് എന്ന് ചോദിച്ചാലും വാസ്കോഡ ഗാമയാണ്. കടൽ മാർഗ്ഗം ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യനാണ് വാസ്കോഡ ഗാമ. കടൽ മാർഗ്ഗം ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യൻ ആര് എന്ന് ചോദിച്ചാൽ വാസ്കോഡ ഗാമയാണ്. ഓക്കെ, അപ്പോൾ അടുത്ത പോയിന്റ്, ലിസ്ബണിൽ നിന്ന് 1497 വാസ്കോഡ ഗാമ ഇന്ത്യയിലേക്കുള്ള ഐതിഹാസിക യാത്ര ആരംഭിച്ചു. എവിടെ നിന്നാണ്? ലിസ്ബണിൽ നിന്ന്. വർഷം 1497. വർഷങ്ങളൊക്കെ ഓർത്തിരിക്കാൻ കണക്ഷൻ ഞാൻ പറയാം. അപ്പോൾ ലിസ്ബണിൽ നിന്നാണല്ലോ യാത്ര ആരംഭിച്ചത്. 97, 15-ാം നൂറ്റാണ്ടിൻ്റെ അവസാനം, 97, 497. 7 തിരിച്ചിട്ടാൽ എന്ന് വായിക്കാൻ പറ്റില്ലേ? എല്ലിലാണല്ലോ ലിസ്ബൺ തുടങ്ങുന്നത്. ലിസ്ബണിൽ നിന്ന് 97 ഇന്ത്യയിലേക്കുള്ള യാത്ര ആരംഭിച്ചു. പക്ഷേ എത്തിയത് 98. ഇന്ത്യക്ക് 8ൻ്റെ പണി നൽകാൻ 98 എത്തി. 7 യാത്ര ആരംഭിച്ചു. ഒരു വർഷം കഴിഞ്ഞ് 98 എത്തി. അപ്പം ഇന്ത്യക്ക് 8ൻ്റെ പണി കിട്ടാൻ തുടങ്ങിയത് ഈ ഗാമ ഇന്ത്യയിൽ വന്നപ്പോൾ തൊട്ടാണല്ലേ. അപ്പോൾ ചരിത്രം തന്നെ മൊത്തത്തിൽ മാറിയത്. ഇന്ത്യക്ക് പണി കിട്ടാൻ തുടങ്ങിയത് ഗാമ വന്നപ്പോൾ തൊട്ടാണെന്ന് ഓർത്ത്. ആ രീതിയിൽ പണി കിട്ടാൻ തുടങ്ങിയത് പണിക്കർ ഗാമയുമായി ബന്ധപ്പെട്ട് പറഞ്ഞൊരു പോയിന്റ് ഞാൻ പറയാം. വാസ്കോഡ ഗാമയുടെ ആഗമനത്തെ ഏഷ്യയുടെ ചരിത്രത്തിലെ വാസ്കോഡ ഗാമ യുഗത്തിൻ്റെ തുടക്കമാണെന്ന് അഭിപ്രായപ്പെട്ട ചരിത്രകാരൻ ആരെന്ന് ചോദിച്ചാൽ സർദാർ KM പണിക്കരാണ്. അപ്പോൾ 98 പയ്യെ ഇങ്ങോട്ട് വരാൻ തുടങ്ങിയപ്പോഴാണ് 8ൻ്റെ പണി കിട്ടാൻ തുടങ്ങിയത്. അപ്പോൾ പണിക്കർ അതുമായി ബന്ധപ്പെട്ട് ചെറിയൊരു പോയിന്റ് പറഞ്ഞു. ചരിത്രം തന്നെ വാസ്കോഡ ഗാമ വരുന്നതുകൊണ്ട് മാറി മറിഞ്ഞു വന്നു. സർദാർ KM പണിക്കർ വാസ്കോഡ ഗാമയുടെ ആഗമനത്തെ ഏഷ്യയുടെ ചരിത്രത്തിലെ വാസ്കോഡ ഗാമ യുഗത്തിൻ്റെ തുടക്കമാണ് എന്നഭിപ്രായപ്പെട്ടു സർദാർ KM പണിക്കർ. ഏഷ്യയുടെ ചരിത്രത്തിലെ വാസ്കോഡ ഗാമ യുഗത്തിൻ്റെ തുടക്കമെന്ന് KM പണിക്കർ അഭിപ്രായപ്പെട്ടു. അതുപോലെ വാസ്കോഡ ഗാമയെ ഇന്ത്യയിലേക്ക് അയച്ച പോർച്ചുഗീസ് രാജാവാണ് എന്ന് ആരാണെന്ന് ചോദിക്കാം. അത് മാനുവൽ ഒന്നാമനാണ്. ഇത് ഞാൻ പഠിപ്പിച്ച എൻ്റെ ഒരു സ്റ്റുഡൻറ്റിൻ്റെ ഒരു കോഡ് വെച്ച് തന്നെ ഞാൻ പറയാം. വാസ്കോഡ ഗാമ നമ്മുടെ മനസ്സിൽ ദുഷ്ടനാണല്ലോ, ഒരു ദുഷ്ടനായ കഥാപാത്രം എന്നുള്ള രീതിയിലല്ല നമ്മൾ ചിത്രീകരിക്കപ്പെട്ടിരിക്കുന്നത് ചരിത്രം വെച്ച്. അപ്പോൾ ആ രീതിയിൽ പുള്ളി ഇങ്ങോട്ട് അയച്ച രാജാവിനോടുള്ള കലി മൂലം ആ കൂട്ടി പേരുള്ള ഒരു രാജാവ് ഇങ്ങോട്ട് അയച്ചുകൊണ്ടാണ് ഈ കേരളത്തിൽ ഇത്രയും പ്രശ്നം ഉണ്ടായെന്ന് പറഞ്ഞ് അവനൊരു ഡയലോഗ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സംഭവം തന്നെ ഇങ്ങോട്ട് എടുക്കാം. കൂട്ടി പേരുള്ള മാനുവൽ ഒന്നാമൻ. വാസ്കോഡ ഗാമ ഇന്ത്യയിലേക്ക് അയച്ച പോർച്ചുഗീസ് രാജാവാണ് മാനുവൽ ഒന്നാമൻ. ഒരു മറ്റേ ഇന്നസെൻ്റ് പറഞ്ഞാൽ മത്തങ്ങാത്തലയിൽ നിങ്ങൾ ഓർത്താൽ മതി കേട്ടോ, ഞാൻ അതാ ഉദ്ദേശിച്ചത്. മത്തങ്ങാത്തലയൻ കൂട്ടി പേരുള്ള രാജാവായ മത്തങ്ങാത്തലയനായ മാനുവൽ ഒന്നാമൻ വാസ്കോഡ ഗാമ ഇന്ത്യയിലേക്ക് അയച്ചത് മൂലമാണ് ഇവിടെ പ്രശ്നം ഉണ്ടായത്. വാസ്കോഡ ഗാമ ഇന്ത്യയിലേക്ക് അയച്ച പോർച്ചുഗീസ് രാജാവ് മാനുവൽ ഒന്നാമൻ. വാസ്കോഡ ഗാമ ഇന്ത്യയിലേക്ക് അയച്ച പോർച്ചുഗീസ് രാജാവ് മാനുവൽ ഒന്നാമൻ. 317 ദിവസത്തെ യാത്രയ്ക്ക് ശേഷം 8ൻ്റെ പണി നൽകാൻ 1498 മെയ് 20 വാസ്കോഡ ഗാമ കോഴിക്കോട് കാപ്പാട് വന്നിറങ്ങി. 317 ദിവസത്തെ യാത്രയ്ക്ക് ശേഷം 1498 മെയ് 20 വാസ്കോഡ ഗാമ കോഴിക്കോട് കാപ്പാട് വന്നിറങ്ങി. 8ൻ്റെ പണി നൽകും. ഇപ്പം പണി കൊടുക്കുന്നത് ഇപ്പം പുള്ളി പലരെ അടിമകളാക്കണമെങ്കിൽ അവരുടെ ശരീരത്തിൻ്റെ അടിയൊക്കെ കൊടുത്തല്ലേ അടിമകളാക്കുന്നത്. ശരീരത്തിന് കേട് വരുത്തി മെയ്ക്ക് കേട് വരുത്തി. അപ്പം മെയ്യിലേക്കും അങ്ങനത്താലോ 1498 മെയ്യിലാണ്. പിന്നെ 20 ഓർക്കുക, 1498 മെയ് 20 വാസ്കോഡ ഗാമ കോഴിക്കോട് കാപ്പാടാണ് വന്നിറങ്ങിയത്. നമ്മൾ സ്കൂൾ കാലഘട്ടങ്ങളിൽ ഒത്തിരി പഠിച്ചിട്ടുള്ളതല്ലേ. കോഴിക്കോട് എവിടെയാണ്? കാപ്പാടാണ് വന്നിറങ്ങിയത്. 1498 മെയ് 20 വാസ്കോഡ ഗാമ കോഴിക്കോട്ടെ കാപ്പാടാണ് വന്നിറങ്ങിയത്. കോഴിക്കോട്ടെ കാപ്പാട്. ഓക്കെ, വാസ്കോഡ ഗാമ സഞ്ചരിച്ച കപ്പലിൻ്റെ പേര്, ഗാമയുടെ കപ്പൽ ഗബ്രിയൽ, രണ്ടും ഗായിൽ തുടങ്ങുന്നു. സഞ്ചരിച്ച ഗാമയുടെ കപ്പൽ ഗബ്രിയൽ, സെൻറ്റ് ഗബ്രിയൽ. വാസ്കോഡ ഗാമ സഞ്ചരിച്ച കപ്പൽ സെൻറ്റ് ഗബ്രിയൽ. ഓർത്തിരിക്കുക, വാസ്കോഡ ഗാമ സഞ്ചരിച്ച കപ്പലിൻ്റെ പേര് ഗാമയുടെ കപ്പൽ ഗബ്രിയൽ, ഗാമ ഗബ്രിയൽ. അടുത്ത പോയിന്റ്, ഇനി ഒരു ടൈം ലൈനാണ് പറയാൻ പോകുന്നത്. കുറച്ച് വർഷങ്ങൾ, ഈ വർഷങ്ങളെല്ലാം ഓർത്തിരിക്കണം. ഞാൻ പറഞ്ഞു 97 പുള്ളി യാത്ര ആരംഭിച്ചത്. ലിസ്ബണിൽ നിന്ന് 7, അങ്ങനെ 7 ഉറപ്പിക്കും. ഒരു വർഷം കഴിഞ്ഞ് ഇന്ത്യയിലെത്തി 98. അടുത്ത വർഷം തന്നെ പുള്ളി തിരിച്ചു പോയി, 99 തിരിച്ചു പോയി. 98 മെയ് 20 വാസ്കോഡ ഗാമ ആദ്യമായി ഇന്ത്യയിലെത്തി. നെക്സ്റ്റ് വർഷം 99 വാസ്കോഡ ഗാമ ലിസ്ബണിലേക്ക് മടങ്ങിപ്പോയി. അപ്പോൾ 3 വർഷങ്ങൾ പറഞ്ഞല്ലോ. 97 പുറപ്പെട്ടു, 98 ഇന്ത്യയിലെത്തി, 99 മടങ്ങിപ്പോയി. 99 തീർന്നു. ഒരു 3 കൂടെ ആഡ് ചെയ്യുക. 99 കൂടെ 3 ആഡ് ചെയ്യുമ്പോൾ 502 1502 വീണ്ടും എത്തി. 1502 വാസ്കോഡ ഗാമ രണ്ടാമതായി ഇന്ത്യയിലെത്തി. അല്ലെങ്കിൽ 1500കളിലാണ് രണ്ടാമതായി എത്തിയെന്നറിയാവുന്നവർക്ക് 1500കളുടെ രണ്ടാമത്തെ വർഷമാണ് രണ്ടാമതായി എത്തിയെന്ന് ഓർത്താലും മതി. 1502 വാസ്കോഡ ഗാമ രണ്ടാമതായി ഇന്ത്യയിലെത്തി. ഇനി 24 അദ്ദേഹം അന്തരിച്ചത്. ആ വർഷം തന്നെയാണ് പുള്ളി മൂന്നാമതായും അവസാനമായും ഇന്ത്യയിലെത്തിയത്. 1524 വാസ്കോഡ ഗാമ മൂന്നാമതും അവസാനമായും ഇന്ത്യയിലെത്തിയത്. പോർച്ചുഗീസ് വൈസ്രോയിയായി ഗാമ മൂന്നാമതായും അവസാനമായും ഇന്ത്യയിലെത്തിയത് 1524. ഒന്നുകൂടെ പറയാം, പോർച്ചുഗീസ് വൈസ്രോയിയായി ഗാമ മൂന്നാമതായും അവസാനമായും ഇന്ത്യയിലെത്തിയത് 1524. 24
ഒരു ദിവസമായിട്ട് അങ്ങോട്ട് മാറ്റി എഴുതിയിട്ട് ഒരു വർഷത്തിലെ ഏറ്റവും അവസാന ദിവസം അവസാനവുമായി ബന്ധപ്പെട്ടതാണല്ലോ മരണമാണല്ലോ ഒരു മനുഷ്യൻ്റെ അവസാനത്തെ സംഭവം. അപ്പം മരണം അവസാനം ഒരു വർഷത്തിലെ അവസാന മാസം ഡിസംബർ, അപ്പം അവസാന ദിവസമായി എന്നോർത്ത്. അപ്പം ഡിസംബറിൽ 24 അങ്ങോട്ട് എഴുതി. ഡിസംബർ 24 1524 ഡിസംബർ 24 വാസ്കോഡ ഗാമ അന്തരിച്ചു. 1524 ഡിസംബർ 24 വാസ്കോഡ ഗാമ അവസാനമായി ശ്വാസം വലിച്ച് അന്തരിച്ചു എന്നൊക്കെ അങ്ങനെയൊക്കെ ചുമ്മാ അങ്ങ് ഓർക്കുക. അപ്പോൾ 24 ഡിസംബർ 24 1524 ഇടയ്ക്ക് 900 വരുന്നുണ്ടല്ലോ. നമ്മൾ 900 കൂടുതൽ പഠിപ്പിച്ച് പോയോണ്ടാണെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും ഓർത്തിരിക്കുക, 1524 ഡിസംബർ 24 വാസ്കോഡ ഗാമ അന്തരിച്ചു. ഇനി 1539 വാസ്കോഡ ഗാമയുടെ ഭൗതിക ശരീരം കൊച്ചിയിൽ നിന്നും പോർച്ചുഗലിലേക്ക് കൊണ്ടുപോയ വർഷമാണ് 39. 1539 വാസ്കോഡ ഗാമയുടെ ഭൗതിക ശരീരം കൊച്ചിയിൽ നിന്നും പോർച്ചുഗലിലേക്ക് കൊണ്ടുപോയി. 39 വാസ്കോഡ ഗാമയുടെ ഭൗതിക ശരീരം കൊച്ചിയിൽ നിന്നും പോർച്ചുഗലിലേക്ക് കൊണ്ടുപോയി. 97 പുറപ്പെട്ട് 98 ഇന്ത്യയിലെത്തി. 99 തിരിച്ചു പോയി. 3 വർഷം കഴിഞ്ഞ് 502 രണ്ടാമത് വീണ്ടും വന്നു. പിന്നെ 24 അവസാനമായിട്ട് വന്നു വൈസ്രോയി ആയിട്ട്. 24 തന്നെ ഡിസംബർ 24 അന്തരിച്ചു. 39 വാസ്കോഡ ഗാമയുടെ ഭൗതിക ശരീരം കൊച്ചിയിൽ നിന്നും പോർച്ചുഗലിലേക്ക് കൊണ്ടുപോയി. ഓക്കെ, ഇനി മറ്റു കുറച്ച് പോയിന്റുകളാണ് പറയാൻ പോകുന്നത് വാസ്കോഡ ഗാമയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടത്. വാസ്കോഡ ഗാമയുടെ കപ്പൽ വ്യൂഹത്തിലുണ്ടായിരുന്ന മറ്റു കപ്പലുകളാണ് സെൻറ്റ് റാഫേലും സെൻറ്റ് ബെറിയോയും. വാസ്കോഡ ഗാമയുടെ കപ്പൽ വ്യൂഹത്തിലുണ്ടായിരുന്ന മറ്റു കപ്പലുകളാണ് സെൻറ്റ് റാഫേലും സെൻറ്റ് ബെറിയോയും. വാസ്കോഡ ഗാമയുടെ യാത്രയ്ക്ക് ചിലവായ തുകയുടെ 60 ഇരട്ടിയോളം ലാഭമാണ് ഇവർ ഇന്ത്യയിൽ നിന്ന് കൊണ്ടുപോയത്, ഈ പോർച്ചുഗീസുകാർ. അപ്പം പുള്ളിയുടെ യാത്രയ്ക്ക് എത്രമാത്രം ചിലവായോ അതിൻ്റെയൊക്കെ 60 ഇരട്ടി ലാഭമാണ് ഇന്ത്യയിൽ നിന്നും കൊണ്ടുപോയ വിഭവങ്ങൾ വിറ്റഴിക്കുക വഴി ലഭിച്ചത്. ഇന്ത്യയിൽ നിന്നും കൊള്ളയടിക്കുമായിരുന്നല്ലേ ഇമാരെല്ലാം, ഈ പോർച്ചുഗീസും അതുപോലെ പിന്നെ വന്നവരെല്ലാം. അപ്പോൾ 60 ഇരട്ടിയാണ് ഇവിടുന്ന് കൊണ്ടുപോയത്. വാസ്കോഡ ഗാമയുടെ യാത്രയ്ക്ക് ചിലവായ തുകയുടെ 60 ഇരട്ടിയോളം ലാഭമാണ് ഇന്ത്യയിൽ നിന്നും കൊണ്ടുപോയ വിഭവങ്ങൾ വിറ്റഴിക്കുക വഴി ലഭിച്ചത്. അതുപോലെ മാനുവൽ രാജാവ് പുള്ളിക്ക് ഇത്രയും ഇവിടുന്ന് കൊണ്ടുപോയില്ല, അപ്പോൾ അതുകൊണ്ട് ഡോം അല്ലെങ്കിൽ പ്രഭു എന്ന പദവി പുള്ളിക്ക് നൽകി. മാനുവൽ രാജാവ് ഗാമയ്ക്ക് പ്രഭു എന്ന പദവി നൽകി. മാനുവൽ രാജാവ് ഗാമയ്ക്ക് നൽകിയ പദവി ഏതാണ്? ഇതിന് ശേഷം ഡോം അല്ലെങ്കിൽ പ്രഭു എന്ന പദവി നൽകി. ഡോം പദവി നൽകി ഗാമയ്ക്ക് മാനുവൽ രാജാവ് ഡോം പദവി നൽകി. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സേനാധിപതി എന്നാണ് ഈ വാസ്കോഡ ഗാമ അറിയപ്പെടുന്നത്. ഇങ്ങനെ ഇദ്ദേഹത്തെ വിശേഷിപ്പിച്ചത് മാനുവൽ രാജാവാണ്. ഡോം പദവിയൊക്കെ നൽകി മാനുവൽ രാജാവ് അദ്ദേഹത്തെ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സേനാധിപതി അല്ലെങ്കിൽ അധിപൻ എന്ന് വിശേഷിപ്പിച്ചു. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സേനാധിപതി, ഇന്ത്യൻ ഓഷനിലെ സേനാധിപതി അല്ലെങ്കിൽ അധിപൻ എന്ന് മാനുവൽ രാജാവ് വാസ്കോഡ ഗാമയെ വിശേഷിപ്പിച്ചു. ആരാണ് വിശേഷിപ്പിച്ചതെന്ന് ചോദിച്ചാൽ മാനുവൽ രാജാവാണ് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സേനാധിപതി അല്ലെങ്കിൽ അധിപൻ എന്ന് വാസ്കോഡ ഗാമയെ വിശേഷിപ്പിച്ചത് മാനുവൽ രാജാവാണ്. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സേനാധിപതി അല്ലെങ്കിൽ അധിപൻ എന്നറിയപ്പെടുന്ന ആരാന്ന് ചോദിച്ചാൽ വാസ്കോഡ ഗാമ. വാസ്കോഡ ഗാമയുടെ ഭൗതിക ശരീരം ആദ്യം അടക്കം ചെയ്തത് കൊച്ചിയിലാണ്. അപ്പോൾ കൊച്ചിയിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുപോയെന്നൊക്കെ പറഞ്ഞ് ലിസ്ബണിലേക്ക് കൊണ്ടുപോയെന്നൊക്കെ പറഞ്ഞൊരു പോയിന്റ് പഠിച്ചല്ലോ നമ്മൾ 39 ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ ആദ്യം അടക്കം ചെയ്തത് കൊച്ചിയിലാണ്. കൊച്ചിയിലെ സെൻറ്റ് ഫ്രാൻസിസ് പള്ളിയിലാണ്. ആ പോയിന്റ് പരീക്ഷയ്ക്ക് എടുത്ത് ചോദിച്ചിട്ടുണ്ട്. സെൻറ്റ് ഫ്രാൻസിസ് പള്ളി, കൊച്ചിയിലെ സെൻറ്റ് ഫ്രാൻസിസ് പള്ളിയിലാണ് വാസ്കോഡ ഗാമയുടെ ഭൗതിക ശരീരം ആദ്യം അടക്കം ചെയ്തത്. വാസ്കോഡ ഗാമയുടെ ഭൗതിക ശരീരം ആദ്യം അടക്കം ചെയ്തത് കൊച്ചിയിലെ സെൻറ്റ് ഫ്രാൻസിസ് പള്ളിയിൽ. അതുപോലെ വാസ്കോഡ ഗാമയുടെ ഭൗതിക ശരീരം അടക്കം ചെയ്ത പോർച്ചുഗലിലെ പള്ളിയാണ് ജെറോണിമസ് കത്തീഡ്രൽ. ലിസ്ബണിലാണ് യാത്ര തിരിച്ച് ലിസ്ബണാണെന്ന് വെച്ചാൽ ലിസ്ബണോട് കണക്ട് ചെയ്യാമല്ലോ. പക്ഷേ കത്തീഡ്രലാണ് പരീക്ഷയ്ക്ക് ചോദിച്ചത്. ജെറോണിമസ് കത്തീഡ്രൽ 2 പോയിന്റും PSC പരീക്ഷകളിൽ ചോദിച്ചിട്ടുണ്ട്. സെൻറ്റ് ഫ്രാൻസിസ് പള്ളിയിലാണ് കൊച്ചിയിലെ പുള്ളിയുടെ ശവശരീരം ആദ്യം അടക്കിയത്. അതിനുശേഷം അങ്ങോട്ട് കൊണ്ടുപോയി അവിടെ അടക്കിയത് ജെറോണിമസ് കത്തീഡ്രൽ. വാസ്കോഡ ഗാമയുടെ ഭൗതിക ശരീരം അടക്കം ചെയ്ത പോർച്ചുഗലിലെ പള്ളി ജെറോണിമസ് കത്തീഡ്രൽ. കൊച്ചിയിലെ പള്ളി സെൻറ്റ് ഫ്രാൻസിസ്, പോർച്ചുഗലിലെ ആണെങ്കിൽ ജെറോണിമസ് കത്തീഡ്രൽ. വാസ്കോഡ ഗാമ എന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം ഗോവയാണ്. ഗോവയിലാണ് വാസ്കോഡ ഗാമ എന്ന സ്ഥലം ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്നതെന്ന് അറിഞ്ഞിരിക്കുക. വാസ്കോഡ ഗാമ എന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയിലെ സംസ്ഥാനം ഏത് എന്ന് ചോദിച്ചാൽ ഗോവയാണ്. ഓക്കെ, അടുത്ത പോയിന്റ്, ആഫ്രിക്കയിലെ ശുഭപ്രതീക്ഷാ മുനമ്പ് അഥവാ കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് ചുറ്റി സഞ്ചരിച്ച ആദ്യ പോർച്ചുഗീസ് നാവികനായിരുന്നു ബർത്തലോമിയോ ഡയസ്. ആഫ്രിക്കയിലെ ശുഭപ്രതീക്ഷാ മുനമ്പ് അഥവാ കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് എവിടെയാണ്? ആഫ്രിക്കയിൽ. കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് ചുറ്റി സഞ്ചരിച്ച ആദ്യ പോർച്ചുഗീസ് നാവികൻ ആരെന്ന് ചോദിച്ചാൽ 1498 അത് സഞ്ചരിച്ച ബർത്തലോമിയോ ഡയസ് ആണ്. ഹോപ്പ് എന്ന് പറയുന്നത്, ഡയസ് എന്ന് പറയുന്നത് മറ്റേ ഇങ്ങനെ കറക്കിയിടുന്ന സംഭവമില്ല. അപ്പം നമുക്ക് അനുകൂലമായിട്ടുള്ള ഒരു ഇത് വീഴും, അല്ലെങ്കിൽ എന്താ പറയുക, ഇപ്പം കോയിൻ ടോസ് ചെയ്യുവാണെങ്കിലും നമുക്ക് അനുകൂലമായിട്ടുള്ള ഒരു ടോസ് വീഴും എന്നുള്ള പ്രതീക്ഷയിലാണല്ലോ എല്ലാവരും ജീവിക്കുന്നത്. അപ്പോൾ ഹോപ്പ് ഡയസും ഒക്കെ ആയിട്ട് കണക്ട് ചെയ്യാമല്ലോ. ബർത്തലോമിയോ ഡയസ് ആണ് കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ്
കുറ്റിയല്ല ചുറ്റി സഞ്ചരിച്ച ആദ്യ പോർച്ചുഗീസ് നാവികൻ. ആഫ്രിക്കയിലെ ശുഭപ്രതീക്ഷാ മുനമ്പ് അഥവാ കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് ചുറ്റി സഞ്ചരിച്ച ആദ്യ പോർച്ചുഗീസ് നാവികനാണ് ബർത്തലോമിയോ ഡയസ്. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് പെഡ്രോ അൽവാരസ് കബ്രാളുമായി ബന്ധപ്പെട്ടതാണ്. പെഡ്രോ അൽവാരസ് കബ്രാൾ വാസ്കോഡ ഗാമയുടെ പിൻഗാമിയായി ഇന്ത്യയിലെത്തിയ പോർച്ചുഗീസ് നാവികനാണ് പെഡ്രോസ് അൽവാരസ് കബ്രാൾ. പിൻഗാമിയായി കബ്രാൾ, വാസ്കോഡ ഗാമയുടെ പിൻഗാമിയായി കബ്രാൾ, പിൻഗാമി കബ്രാൾ. ഓർത്തിരിക്കുക, വാസ്കോഡ ഗാമയുടെ പിൻഗാമിയായി ഇന്ത്യയിലെത്തിയ പോർച്ചുഗീസ് നാവികനാണ് കബ്രാൾ. വാസ്കോഡ ഗാമയുടെ പിൻഗാമിയായി ഇന്ത്യയിലെത്തിയ പോർച്ചുഗീസ് നാവികൻ പെഡ്രോസ് അൽവാരസ് കബ്രാൾ. 1500-കളിൽ കൊച്ചിയിലെ പണ്ടകശാല സ്ഥാപിച്ച പോർച്ചുഗീസ് നാവികനും കബ്രാളാണ്. കൊച്ചിയിലെ പണ്ടകശാല, കൊച്ചിയിലാണല്ലോ പണ്ടകശാല, കൊച്ചി കായിൽ തുടങ്ങുന്നു. കബ്രാൾ, കൊച്ചിയിലെ പണ്ടകശാല സ്ഥാപിച്ച പോർച്ചുഗീസ് നാവികനാണ് കബ്രാൾ, പെഡ്രോ അൽവാരസ് കബ്രാൾ. വാസ്കോഡ ഗാമയുടെ പിൻഗാമിയായി 1500-ലെത്തിയ നാവികനാണ് കബ്രാൾ. കൊച്ചിയിലെ പണ്ടകശാല സ്ഥാപിച്ചതും പെഡ്രോ അൽവാരസ് കബ്രാളാണ്. അടുത്തത് പോർച്ചുഗീസ് വൈസ്രോയിമാരുമായി ബന്ധപ്പെട്ട പോയിന്റുകളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ആദ്യം പഠിക്കാൻ പോകുന്നത് ഫ്രാൻസിസ്കോ ഡി അൽമേഡ. 1505 മുതൽ 1509 വരെ ഉണ്ടായിരുന്ന ഫ്രാൻസിസ്കോ ഡി അൽമേഡ ഇന്ത്യയിലെ ആദ്യത്തെ പോർച്ചുഗീസ് വൈസ്രോയി. ആദ്യത്തെ വൈസ്രോയി നമ്മൾ പഠിക്കുന്ന അൽമേഡയാണല്ലോ. ആദ്യത്തെ അൽമേഡ ഫ്രാൻസിസ്കോ ഡി അൽമേഡ 1505 മുതൽ 1509 വരെ ഇന്ത്യയിലെ ആദ്യത്തെ പോർച്ചുഗീസ് വൈസ്രോയി. ബ്ലൂ വാട്ടർ പോളിസി അഥവാ നീലജല നയം നടപ്പിലാക്കിയ പോർച്ചുഗീസ് വൈസ്രോയി ആരെന്ന് ചോദിച്ചാലും ഫ്രാൻസിസ്കോ ഡി അൽമേഡ. നീലജല നയം അഥവാ ബ്ലൂ വാട്ടർ പോളിസി നടപ്പിലാക്കിയ പോർച്ചുഗീസ് വൈസ്രോയിയാണ് ഫ്രാൻസിസ്കോ ഡി അൽമേഡ. ശക്തമായ നാവികപ്പടയെ വളർത്തിയെടുക്കുന്നതിലൂടെ സമുദ്ര മേധാവിത്വം സ്ഥാപിച്ച് പോർച്ചുഗീസ് വ്യാപാരം വളർത്തുക എന്നതാണ് നീലജല നയത്തിൻ്റെ ലക്ഷ്യം. നീലജല നയം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എവിടെയാണ് നീലജലം കിടക്കുന്നത്, നമ്മുടെ കടലിലാണ്. അപ്പോൾ കടലിൽ ശക്തമായ നാവികപ്പട ഉണ്ടെങ്കിലേ ഉള്ളൂ മറ്റുള്ളവരെയൊക്കെ കീഴടക്കി ഓരോ സ്ഥലത്തേക്ക് എത്തിച്ചേരാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു നയമാണ് നീലജല നയം. ശക്തമായ നാവികപ്പടയെ വളർത്തിയെടുക്കുന്നതിലൂടെ സമുദ്ര മേധാവിത്വം സ്ഥാപിച്ച് പോർച്ചുഗീസ് വ്യാപാരം വളർത്തുക എന്നതാണ് നീലജല നയത്തിൻ്റെ ലക്ഷ്യം. ഇപ്പം നമ്മുടെ സൗത്ത് ചൈന സിയോ ഏതാണ്, ഇവിടെ ഒരു കടലിൽ പ്രശ്നമുണ്ടല്ലോ. ഈ ചൈന അവിടെ കൂടുതൽ ആരെ സമ്മതിക്കുന്നില്ല. അമേരിക്ക എപ്പോഴും ചൈനയായിട്ട് ആ രീതിയിൽ പ്രശ്നമുണ്ടല്ലോ കടൽ സംഭവമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട്. അപ്പം പ്രശ്നം ഇതാണ്, എല്ലാ എക്കണോമിയാണ് വ്യാപാരം. കടലെല്ലാം കീഴടക്കി വെച്ചാൽ വ്യാപാരം അവന്മാർക്ക് അനുകൂലമായി മാറും, അവന്മാർ കാശുണ്ടാക്കുകയും ചെയ്യും. അപ്പോൾ എല്ലാം വ്യാപാരവും കാശുണ്ടാക്കാൻ വേണ്ടിയാണ്. സോ അതുമായി ബന്ധപ്പെട്ടതാണ് നീലജല നയം അഥവാ ബ്ലൂ വാട്ടർ പോളിസി. ശക്തമായ നാവികപ്പടയെ വളർത്തിയെടുക്കുന്നതിലൂടെ സമുദ്ര മേധാവിത്വം സ്ഥാപിച്ച് പോർച്ചുഗീസ് വ്യാപാരം വളർത്തുക എന്നതാണ് നീലജല നയത്തിൻ്റെ ലക്ഷ്യം. ആദ്യത്തെ വൈസ്രോയിയാണ് ഫ്രാൻസിസ്കോ ഡി അൽമേഡ. ആദ്യത്തെ വൈസ്രോയി ഫ്രാൻസിസ്കോ ഡി അൽമേഡ. 1505 മുതൽ 1509 വരെ നീലജല നയമാണ് പ്രധാനപ്പെട്ടത്. ഓക്കെ, നീലജല നയം നടപ്പിലാക്കിയ പോർച്ചുഗീസ് വൈസ്രോയിയാണ് അൽമേഡയാണ് നീലജല നയം നടപ്പിലാക്കിയത്. നമ്മൾ പോർച്ചുഗീസ് വൈസ്രോയിമാരിലെ ആദ്യത്തെ വൈസ്രോയി അൽമേഡയെ പറ്റി പഠിച്ചു. രണ്ടാമത്തെ വ്യക്തിയും അല്ലിൽ തുടങ്ങുന്ന ഒരു പേരാണ് അൽബുക്കർക്ക്. 1509 മുതൽ 1515 വരെയാണ് അൽബുക്കർക്കിൻ്റെ കാലഘട്ടം. ഇദ്ദേഹം രണ്ടാമത്തെ വൈസ്രോയി ആണെങ്കിലും ഒരു ഒന്നാമൻ്റെ ശരിക്കും പോർച്ചുഗീസ് വൈസ്രോയിമാരിലെ മെയിനാണ് ഈ അൽബുക്കർക്ക്. പല കാര്യങ്ങളും ചെയ്തത് ആരെയെന്ന് ചോദ്യം വരുമ്പോൾ ഉത്തരം അൽബുക്കർക്ക് തന്നെ ആയിരിക്കും. ഒന്നാമത്തെ വൈസ്രോയി എന്ന രീതിയിൽ അൽമേഡയാണെന്നേ ഉള്ളൂ, പക്ഷേ മെയിൻ അൽബുക്കർക്കാണ്. ഓക്കെ, ഇന്ത്യയിലെ രണ്ടാമത്തെ പോർച്ചുഗീസ് വൈസ്രോയിയാണ് അൽബുക്കർക്ക്. ഇന്ത്യയിലെ രണ്ടാമത്തെ പോർച്ചുഗീസ് വൈസ്രോയി അൽബുക്കർക്ക്. അല്ലിൽ തുടങ്ങുന്ന രണ്ട് പേര്, രണ്ടാമത്തേത് ബുക്കർക്കാണ്. അൽമേഡയും അൽബുക്കർക്ക്. അൽമേഡ ഒന്നാമത്, അൽബുക്കർക്ക് രണ്ടാമത്. അൽബുക്കർക്കാണല്ലോ ബിയിലാണല്ലോ തുടങ്ങുന്നത്, ബി രണ്ടാമത്തെ ആൽഫബറ്റ് ആണല്ലോ, ആ രീതിയിൽ രണ്ടെന്ന് കണക്ട് ചെയ്യാമല്ലോ. സോ രണ്ടാമത്തെ വൈസ്രോയി ആണെന്ന് ഓർത്തണം. ഇന്ത്യയിലെ രണ്ടാമത്തെ പോർച്ചുഗീസ് വൈസ്രോയി അൽബുക്കർക്ക്. ഇന്ത്യയിലെ പോർച്ചുഗീസ് സാമ്രാജ്യത്തിൻ്റെ സ്ഥാപകനായി അറിയപ്പെടുന്നു. ഇന്ത്യയിൽ പോർച്ചുഗീസ് കോളനിവത്കരണത്തിന് നേതൃത്വം നൽകി. കോഴിക്കോട് നഗരം ആക്രമിച്ച പോർച്ചുഗീസ് വൈസ്രോയി. 3 പ്രധാനപ്പെട്ട പോയിന്റുകൾ ഞാൻ പറഞ്ഞില്ലേ, ഏറ്റവും മെയിനായിട്ട് ഇങ്ങനെയാണെന്ന്. അപ്പോൾ ഇന്ത്യയിലെ പോർച്ചുഗീസ് സാമ്രാജ്യത്തിൻ്റെ സ്ഥാപകനായി അറിയപ്പെടുന്നത് അൽബുക്കർക്കാണ്. ഏറ്റവും മെയിനാണ്, സാമ്രാജ്യം സ്ഥാപിക്കുന്നതാണല്ലോ ഏറ്റവും മെയിൻ. അപ്പോൾ ഇന്ത്യയിലെ പോർച്ചുഗീസ് സാമ്രാജ്യത്തിൻ്റെ സ്ഥാപകൻ എന്നറിയപ്പെടുന്നു. ഇന്ത്യയിൽ പോർച്ചുഗീസ് കോളനിവത്കരണത്തിന് നേതൃത്വം നൽകി. ഒരു സാമ്രാജ്യം ഉണ്ടാകുന്നതാണല്ലോ മീൻസ് കോളനിവത്കരണം, അതുമായിട്ട് കണക്ട് ചെയ്യാമല്ലോ രണ്ട് പോയിന്റും. അപ്പോൾ ഇന്ത്യയിൽ പോർച്ചുഗീസ് കോളനിവത്കരണത്തിന് നേതൃത്വം നൽകിയത്, അതുപോലെ തന്നെ ഇന്ത്യയിലെ പോർച്ചുഗീസ് സാമ്രാജ്യത്തിൻ്റെ സ്ഥാപകനായി അറിയപ്പെടുന്നത് രണ്ടും അൽബുക്കർക്കാണ്. അതുപോലെ തന്നെ കോഴിക്കോട് നഗരം ആക്രമിച്ച പോർച്ചുഗീസ് വൈസ്രോയി. ഓർത്തിരിക്കണം, കോഴിക്കോട് നഗരം ആക്രമിച്ച പോർച്ചുഗീസ് വൈസ്രോയിയാണ് അൽബുക്കർക്ക്. കോഴിക്കോട് നഗരം ആക്രമിച്ചത് ആരാന്ന് ചോദിച്ചാൽ അൽബുക്കർക്കാണ്. കോഴിക്കോട് നഗരം ആക്രമിച്ച പോർച്ചുഗീസ് വൈസ്രോയി അൽബുക്കർക്ക്. ഓക്കെ,
പോർച്ചുഗീസുകാരും ഇന്ത്യക്കാരും തമ്മിലുള്ള വിവാഹത്തെ പ്രോത്സാഹിപ്പിച്ച വൈസ്രോയി ആരെന്ന് ചോദിച്ചാലും അൽബുക്കർക്കാണ്. കോളനിവത്കരണമൊക്കെ അൽബുക്കർക്ക് എന്ന് പറഞ്ഞല്ലോ. ഇന്ത്യയിൽ പോർച്ചുഗീസ് കോളനിവത്കരണത്തിന് നേതൃത്വം നൽകിയത് അൽബുക്കർക്ക് എന്ന് പറഞ്ഞു. അപ്പോൾ കോളനിയൊക്കെ ഉണ്ടാക്കണമെങ്കിൽ അവിടെ എല്ലാ ആൾക്കാരും ഉണ്ടാകുമല്ലോ. അപ്പം തമ്മിൽ വിവാഹമൊക്കെ കഴിക്കത്തില്ല ഇന്ത്യക്കാരും പോർച്ചുഗീസുകാരും. ആ രീതിയിൽ കോളനിവത്കരണം തുടങ്ങിയ ആ പുള്ളി തന്നെയാണ് ഈ ഒരു വിവാഹം പ്രോത്സാഹിപ്പിച്ചെന്ന് പറഞ്ഞത്. പോർച്ചുഗീസുകാരും ഇന്ത്യക്കാരും തമ്മിലുള്ള വിവാഹത്തെ പ്രോത്സാഹിപ്പിച്ച വൈസ്രോയിയാണ് അൽബുക്കർക്ക്. പോർച്ചുഗീസുകാരും ഇന്ത്യക്കാരും തമ്മിലുള്ള വിവാഹത്തെ മിശ്ര കോളനി വ്യവസ്ഥ എന്ന് പറയും, അതിനെ പ്രോത്സാഹിപ്പിച്ച വൈസ്രോയിയാണ് അൽബുക്കർക്ക്. മിശ്ര കോളനി വ്യവസ്ഥ പ്രോത്സാഹിപ്പിച്ച വൈസ്രോയി ആരെന്ന് ചോദിച്ചാലും അൽബുക്കർക്കാണ്. പോർച്ചുഗീസുകാരും ഇന്ത്യക്കാരും തമ്മിലുള്ള വിവാഹം. ഇന്ത്യയിൽ സതി നിരോധിക്കുകയും നാണയ സമ്പ്രദായം ഏർപ്പെടുത്തുകയും ചെയ്ത പോർച്ചുഗീസ് വൈസ്രോയിയാണ് അൽബുക്കർക്ക്. ഈ സതിയെ പറ്റിയൊക്കെ നമ്മൾ ബുക്കിലല്ലേ പഠിച്ചിട്ടുള്ളൂ, അല്ലാതെ നമ്മൾ ജീവിതത്തിലൊന്നും സതി കണ്ടിട്ടില്ലല്ലോ. നമ്മളൊക്കെ ജനിക്കുന്നതിന് മുമ്പ് തന്നെ സതി സമ്പ്രദായമൊക്കെ നിർത്തലാക്കിയായിരുന്നു. അപ്പോൾ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന നമ്മളൊക്കെ ബുക്കിൽ പഠിച്ച ആ സതി നിർത്തലാക്കിയത് ബുക്കർക്കാണെന്ന് ഓർത്തിയത്. ബുക്കിൽ പഠിച്ച സതി നിർത്തലാക്കിയത് ബുക്കർക്കാണ്. ഇന്ത്യയിൽ സതി നിരോധിക്കുകയും നാണയ സമ്പ്രദായം ഏർപ്പെടുത്തുകയും ചെയ്ത പോർച്ചുഗീസ് വൈസ്രോയി ആരെന്ന് ചോദിച്ചാൽ അൽബുക്കർക്കാണ്. ഇന്ത്യയിൽ സതി നിരോധിക്കുകയും നാണയ സമ്പ്രദായം ഏർപ്പെടുത്തുകയും ചെയ്തത് അൽബുക്കർക്കാണ്. പോർച്ചുഗീസുകാർ ഗോവ പിടിച്ചെടുത്തത് ബിജാപ്പൂർ സുൽത്താനിൽ നിന്നാണ്. 1510 എന്തായാലും 1509 തൊട്ട് 1515 വരെ ബുക്കർക്കിൻ്റെ കാലഘട്ടമാണെന്നറിയാം. ബുക്കർക്ക് ബിജാപ്പൂർ, രണ്ടും ബിയിൽ തുടങ്ങുന്നല്ലോ ബായിൽ തുടങ്ങുന്നല്ലോ. ബുക്കർക്ക് ബിജാപ്പൂർ സുൽത്താനിൽ നിന്നാണ് ഗോവ പിടിച്ചെടുത്തത്. പോർച്ചുഗീസുകാർ ഗോവ പിടിച്ചെടുത്തത് ബിജാപ്പൂർ സുൽത്താനിൽ നിന്നാണ് 1510. മുഹമ്മദ് ആദിൽ ഷാ എന്നതാണ് ബിജാപ്പൂർ സുൽത്താൻ്റെ പേര്. അപ്പം പോർച്ചുഗീസുകാർ ഗോവ പിടിച്ചെടുത്തത് മുഹമ്മദ് ആദിൽ ഷാ എന്ന ബിജാപ്പൂർ സുൽത്താനിൽ നിന്ന്. പോർച്ചുഗീസുകാർ ഗോവ പിടിച്ചെടുത്തത് മുഹമ്മദ് ആദിൽ ഷാ എന്ന ബിജാപ്പൂർ സുൽത്താനിൽ നിന്നാണ്. അതുപോലെ കൊച്ചിയായിരുന്നല്ലോ ആസ്ഥാനം. കൊച്ചിയിൽ നിന്ന് ഗോവയിലേക്ക് മാറ്റി വൈസ്രോയി. കൊച്ചിയിൽ നിന്ന് ഗോവയിലേക്ക് ആസ്ഥാനം ആസ്ഥാനം കൊച്ചിയിൽ നിന്ന് ഗോവയിലേക്ക് ആസ്ഥാനം മാറ്റി. പോർച്ചുഗീസ് ആസ്ഥാനം കൊച്ചിയിൽ നിന്ന് ഗോവയിലേക്ക് മാറ്റിയത് അൽബുക്കർക്കാണ്. പോർച്ചുഗീസ് ആസ്ഥാനം കൊച്ചിയിൽ നിന്ന് ഗോവയിലേക്ക് മാറ്റിയത് അൽബുക്കർക്കാണെന്ന് ഓർത്തിരിക്കുക. ഒരു പോയിന്റ് കൂടിയുണ്ട്. ഇനി ഗോവയിലെ സൈനിക നടപടിയെ പോലീസ് ആക്ഷൻ എന്ന് വിശേഷിപ്പിച്ചത് ആരാന്ന് ചോദിക്കാം. അത് VK കൃഷ്ണമേനോനാണ്. ഗോവയിലെ സൈനിക നടപടിയെ പോലീസ് ആക്ഷൻ എന്ന് വിശേഷിപ്പിച്ചത് VK കൃഷ്ണമേനോൻ. ഗോവയിലെ സൈനിക നടപടിയെ പോലീസ് ആക്ഷൻ എന്ന് വിശേഷിപ്പിച്ചത് VK കൃഷ്ണമേനോൻ. ഓക്കെ, അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത് കുഞ്ഞാലി മരയ്ക്കാരുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ്. കുഞ്ഞാലി മരയ്ക്കാർ എന്ന പേരിൽ മരയ്ക്കാർ, അറബിക്കടലിൻ്റെ സിംഹം എന്ന പേരിൽ ഒരു സിനിമയൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. നിങ്ങളൊക്കെ കണ്ടതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഭയങ്കര മാത്രമായ സിനിമയൊന്നും അല്ലെങ്കിലും PSC പോയിന്റ് ഓഫ് വ്യൂവിൽ കുറേ ഉത്തരങ്ങൾ എഴുതാൻ ആ സിനിമ കണ്ടാൽ നമ്മളെ സഹായിക്കും. അതിനകത്ത് പറയുന്ന കുറച്ച് പേരുകളും കുറച്ച് കാര്യങ്ങളും ഓർത്തെഴുതാൽ മതി. അത്യാവശ്യം കുഞ്ഞാലി മരയ്ക്കാരുമായി ബന്ധപ്പെട്ട എല്ലാ ഉത്തരവും നമുക്ക് എഴുതാൻ സാധിക്കും. അത് കാണാത്തവരാണെങ്കിലും ഈ പറയുന്ന പോയിന്റുകൾ ജസ്റ്റ് ശ്രദ്ധിച്ചിരുന്നാൽ മതി, നമുക്ക് പഠിച്ചു പോകാം. ഓക്കെ, ഈ കുഞ്ഞാലി മരയ്ക്കാരുടെ സിനിമയുടെ പോസ്റ്ററിലൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ, കുഞ്ഞാലി മരയ്ക്കാർ 4 എന്ന് എഴുതിയേക്കുന്നത്. മമ്മൂട്ടി ആദ്യം കുഞ്ഞാലി മരയ്ക്കാർ ആയിട്ട് അഭിനയിക്കുമെന്ന് പ്രഖ്യാപിച്ചായിരുന്നു. ആ പോസ്റ്ററിലും കുഞ്ഞാലി മരയ്ക്കാർ 4 എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ മോഹൻലാലിൻ്റെ സിനിമയിലും കുഞ്ഞാലി മരയ്ക്കാർ 4ാമൻ്റെ കാര്യങ്ങളാണ് പറയുന്നത്. സോ എന്തായാലും കുറച്ച് ഏറ്റവും മികച്ച് നിൽക്കുന്ന ആളെയല്ലേ ഇവർ സിനിമയിൽ നായകനാക്കത്തുള്ളൂ. അപ്പോൾ ഏറ്റവും 4ാമന് കുറച്ച് പ്രത്യേകത ഉണ്ടെന്നൊക്കെ അപ്പോൾ എല്ലാവരും 4ാമൻ്റെ കഥ എടുത്തുകൊണ്ട് നമുക്ക് ഒന്ന് ഊഹിക്കാൻ സാധിക്കുമല്ലോ. പിന്നെ 4 കുഞ്ഞാലി മരയ്ക്കാർ അപ്പോൾ എന്തായാലും ഉണ്ടായിരിക്കുമെന്നും ഒരു ഐഡിയ അതിൽ നിന്ന് കിട്ടുമല്ലോ. അത്രയൊക്കെ ബേസിക് ഐഡിയ വെച്ചിട്ട് നമുക്ക് പയ്യെ പോയിന്റിലേക്ക് കിടക്കാം. അപ്പോൾ ഫസ്റ്റ് പോയിന്റ്, കോഴിക്കോട് ഭരണം നടത്തിയിരുന്ന സാമൂതിരിമാരുടെ നാവികപ്പടയുടെ തലവന്മാരാണ് ഈ കുഞ്ഞാലി മരയ്ക്കാർ. കോഴിക്കോട് ഭരണം നടത്തിയിരുന്ന സാമൂതിരിമാരുടെ നാവികപ്പടയുടെ തലവന്മാർക്ക് പറയുന്ന പേരാണ്, അല്ലെങ്കിൽ അവരാണ് കുഞ്ഞാലി മരയ്ക്കാർ. ഈ മോഹൻലാലിൻ്റെ സിനിമയിലെ ട്രെയിലർ തന്നെ നിങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ട്രെയിലർ എല്ലാവരും കണ്ടതാണെന്ന് വിശ്വസിക്കുന്നു, പടം കണ്ടില്ലെങ്കിലും. പറങ്കികൾ സാമൂതിരിയുടെ മണ്ണിൽ കാലുകുത്തില്ല എന്നൊക്കെ പറഞ്ഞൊരു ഡയലോഗ് പുള്ളി ആ ട്രെയിലറിൽ പറഞ്ഞ് നിങ്ങൾ കേട്ടില്ലേ. അപ്പോൾ പറങ്കികൾ സാമൂതിരിയുടെ മണ്ണിൽ കാലുകുത്തില്ല. അപ്പോൾ സാമൂതിരിയും കുഞ്ഞാലി മരയ്ക്കാരും തമ്മിൽ ബന്ധമുണ്ടല്ലോ. സാമൂതിരിയുടെ നാവികപ്പടയുടെ തലവന്മാരാണ് ഈ കുഞ്ഞാലി മരയ്ക്കാർ. കുഞ്ഞാലി മരയ്ക്കാരുടെ ആസ്ഥാനം വടകരയ്ക്കടുത്തുള്ള പുതുപ്പണത്തെ മരയ്ക്കാർ കോട്ടയാണ്. കുഞ്ഞാലി മരയ്ക്കാന്മാരുടെ ആസ്ഥാനം വടകരയ്ക്കടുത്തുള്ള പുതുപ്പണത്തെ മരയ്ക്കാർ കോട്ട. വടകരയ്ക്കടുത്തുള്ള പുതുപ്പണത്തെ മരയ്ക്കാർ കോട്ടയാണ് കുഞ്ഞാലി മരയ്ക്കാന്മാരുടെ ആസ്ഥാനമെന്ന് അറിഞ്ഞിരിക്കുക. ഇനി കുഞ്ഞാലി മരയ്ക്കാന്മാർ പോർച്ചുഗീസുകാർക്കെതിരെ ഉപയോഗിച്ച ഒരു യുദ്ധമുറയുണ്ട്, ഒളിപ്പോർ എന്നാണ് പറയുന്നത്. ഗൊറില്ല അഥവാ ഒളിപ്പോര്. ഈ പോർച്ചുഗീസുകാരുടെ അന്നത്തെ കാലത്തെ ആധുനികമായിട്ടുള്ള വെപ്പൺസും തോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. സോ നേരിട്ട് അങ്ങനെ എല്ലാ രീതിയിലും മുട്ടാൻ പറ്റത്തില്ല. സോ ഒളിപ്പോര് അങ്ങ് സ്വീകരിച്ചെന്ന് ഓർത്ത്. ഒളിപ്പോരായിരുന്നു കുഞ്ഞാലി മരയ്ക്കാർമാർ സ്വീകരിച്ച യുദ്ധമുറ. പോർച്ചുഗീസുകാർക്കെതിരെ കുഞ്ഞാലി മരയ്ക്കാർമാർ സ്വീകരിച്ച യുദ്ധമുറയായിരുന്നു ഒളിപ്പോര് അല്ലെങ്കിൽ ഗൊറില്ല. പിന്നെ 4 കുഞ്ഞാലി മരയ്ക്കാരുണ്ടെന്ന് എന്തായാലും നമുക്ക് ആ പോസ്റ്ററിൽ നിന്ന് മനസ്സിലാക്കാമെന്ന് ഞാൻ പറഞ്ഞല്ലോ. 4 പേരുണ്ട്.
ഒന്നാമൻ, കുഞ്ഞാലി ഒന്നാമൻ എന്തായാലും ഒരു കുഞ്ഞായിരിക്കുമല്ലോ, ചെറുതിൽ നിന്നാണല്ലോ ഒരാൾ വലുതാവുന്നത്. അപ്പോൾ കുട്ടിയായിരിക്കുമല്ലോ ഒന്നാമൻ. കുട്ടിയലിയാണ് കുഞ്ഞാലി 1. കുഞ്ഞാലി 1 പറയുന്ന പേര്, അല്ലെങ്കിൽ കുഞ്ഞാലി 1 കുട്ടിയലി. കുഞ്ഞാലി 2 കുറച്ചൊന്ന് പൊക്കമൊക്കെ വെച്ച് കുറച്ചൊന്ന് വലിയ ആളായെന്ന് ഓർത്തേ. പോക്കർ, കുട്ടിപ്പോക്കറലിയാണ് കുഞ്ഞാലി 2. കുഞ്ഞാലി 1 ഏറ്റവും കുട്ടിയലി. കുഞ്ഞാലി 2 കുറച്ച് പൊക്കമൊക്കെ വെച്ച് കുട്ടിപ്പോക്കറലി, കുട്ടിപ്പോക്കറലിയാണ് കുഞ്ഞാലി 2. ഇനി കുഞ്ഞാലി 3 ഇമ്പോർട്ടൻ്റ് ആണ്. പട്ടുമരയ്ക്കാരും പടമരയ്ക്കാരുമാണ് കുഞ്ഞാലി 3. പടമരയ്ക്കാർ ഇവർ രണ്ടുമാണ് കുഞ്ഞാലി 3. പടമരയ്ക്കാർ കുഞ്ഞാലി 3 ആണ് പട്ടുമരയ്ക്കാർ എന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ. ഇനി കുഞ്ഞാലി 4 തന്നെയാണ് പറയുന്നത്. കുഞ്ഞാലി 4 എന്നിങ്ങനെ 4 കുഞ്ഞാലി മരയ്ക്കാറുണ്ടായിരുന്നു എന്ന് അറിഞ്ഞിരിക്കുക. കുഞ്ഞാലി 1, കുഞ്ഞാലി 2, കുഞ്ഞാലി 3, കുഞ്ഞാലി 4 എന്നിങ്ങനെ 4 കുഞ്ഞാലിമാർ ഉണ്ടായിരുന്നു എന്ന് ഓർത്തിരിക്കുക. ഓക്കെ. കുഞ്ഞാലി 4 പോർച്ചുഗീസുകാർക്കെതിരെയുള്ള യുദ്ധത്തിലെ യഥാർത്ഥ വീരൻ എന്നറിയപ്പെടുന്നു. ഞാൻ പറഞ്ഞല്ലോ, സിനിമക്കാരും എടുത്തത് 4 കഥയാണ്. 4 കഥ എടുത്തതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഒരു പക്ഷേ, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ കഥയൊക്കെ ഉള്ളത് അങ്ങേരെ പറ്റിയായിരിക്കും, വീരകഥകളൊക്കെ. അതുകൊണ്ട് തന്നെ അയാൾ കുറച്ച് മികച്ചതാണെന്ന് നമുക്ക് വേണമെങ്കിൽ അനുമാനിക്കാം. അപ്പോൾ ആ രീതിയിൽ കുഞ്ഞാലി 4 പോർച്ചുഗീസുകാർക്കെതിരെയുള്ള യുദ്ധത്തിലെ യഥാർത്ഥ വീരൻ, പോർച്ചുഗീസുകാർക്കെതിരെയുള്ള യുദ്ധത്തിലെ യഥാർത്ഥ വീരൻ എന്നറിയപ്പെടുന്ന കുഞ്ഞാലി ഏതെന്നൊക്കെ ചോദിച്ചാൽ 4 ആണെന്ന് ആ രീതിയിൽ കണക്ട് ചെയ്യാമല്ലോ. കുഞ്ഞാലി 4 പോർച്ചുഗീസുകാർക്കെതിരെയുള്ള യുദ്ധത്തിലെ യഥാർത്ഥ വീരൻ എന്നറിയപ്പെടുന്നു. അതുപോലെ തന്നെ ഇന്ത്യൻ സമുദ്രങ്ങളുടെ അതിനായകൻ എന്ന ബിരുദം സ്വീകരിച്ചതും കുഞ്ഞാലി 4 ആ സിനിമയിൽ പറയുന്നുണ്ട്, സമുദ്രങ്ങളുടെ നായകൻ, ഇന്ത്യൻ സമുദ്രങ്ങളുടെ അതിനായകൻ എന്ന ബിരുദം സ്വീകരിച്ചത് കുഞ്ഞാലി 4 പോർച്ചുഗീസുകാർക്കെതിരെയുള്ള യുദ്ധത്തിലെ യഥാർത്ഥ വീരൻ, അതുപോലെ ഇന്ത്യൻ സമുദ്രങ്ങളിലെ അതിനായകൻ. പോർച്ചുഗീസുകാർക്കെതിരെയുള്ള യുദ്ധത്തിലെ യഥാർത്ഥ വീരൻ, ഇന്ത്യൻ സമുദ്രങ്ങളിലെ അതിനായകൻ എന്നൊക്കെ അറിയപ്പെടുന്നത് കുഞ്ഞാലി 4 ഓക്കെ. അപ്പോൾ ആ കുഞ്ഞാലി 4 കുറച്ച് അടിപൊളിയാണ് എന്ന ആ രീതിയിൽ നമുക്ക് കണക്ട് ചെയ്ത് മനസ്സിലാക്കാൻ സാധിക്കും. ഇനിയുണ്ട് കുഞ്ഞാലി മരയ്ക്കാരുമായി ബന്ധപ്പെട്ട പോയിൻ്റ്, അതാണ് ഇനി പറയാൻ പോകുന്നത്. പോർച്ചുഗീസുകാരുടെ കയ്യിൽ നിന്നും ചാലിയം കോട്ട തിരിച്ചു പിടിക്കാൻ സാമൂതിരിയെ സഹായിച്ചത് കുഞ്ഞാലി മരയ്ക്കാർ 3 പട്ടുമരയ്ക്കാർ. കുഞ്ഞാലി മരയ്ക്കാർ 3 പോർച്ചുഗീസുകാരുടെ നിന്നും ചാലിയം കോട്ട തിരിച്ചു പിടിക്കാൻ സാമൂതിരിയെ സഹായിച്ചത്. ചാലിയം എന്നെഴുതുന്നത് ഇംഗ്ലീഷിൽ എഴുതുവാണെങ്കിൽ, അല്ലെങ്കിൽ മംഗ്ലീഷിൽ എഴുതുവാണെങ്കിൽ CHAയിലല്ല തുടങ്ങുന്നത്. C എന്നത് 3ാമത്തെ ആൽഫബറ്റ് ആണല്ലോ, ABC. 3ാമത്തെ ആൽഫബറ്റ്, 3ാമത്തെ മരയ്ക്കാർ, കുഞ്ഞാലി മരയ്ക്കാർ 3 പോർച്ചുഗീസുകാരുടെ കയ്യിൽ നിന്നും ചാലിയം കോട്ട തിരിച്ചു പിടിക്കാൻ സാമൂതിരിയെ സഹായിച്ചത്. പോർച്ചുഗീസുകാരുടെ കയ്യിൽ നിന്നും ചാലിയം കോട്ട തിരിച്ചു പിടിക്കാൻ സാമൂതിരിയെ സഹായിച്ചത് കുഞ്ഞാലി മരയ്ക്കാർ 3. ചാലിയം കോട്ടയിലെ വിജയത്തെ പ്രകീർത്തിച്ചുകൊണ്ട് ഖാസി മുഹമ്മദ് 16ാം നൂറ്റാണ്ടിൽ എഴുതിയ ഒരു കാവ്യമുണ്ട്, ഫത്തുൽ മുബീൻ. ചാലിയം കോട്ട ആ വിജയവുമായി ബന്ധപ്പെട്ട് ഖാസി മുഹമ്മദ് എഴുതിയ കാവ്യമാണ് ഫത്തുൽ മുബീൻ എന്നത്. ചാലിയം കോട്ട പിടിച്ചെടുത്ത ആ ഒരു വിജയവുമായി ബന്ധപ്പെട്ട് ഖാസി മുഹമ്മദ് അല്ലെങ്കിൽ ഖാദി മുഹമ്മദ് എഴുതിയ ഒരു കാവ്യമാണെന്ന് അറിഞ്ഞിരിക്കുക. 16ാം നൂറ്റാണ്ടിൽ ചാലിയം കോട്ടയിലെ വിജയം, അല്ലെങ്കിൽ ചാലിയം കോട്ടയിലെ വിജയത്തെ പ്രകീർത്തിച്ചുകൊണ്ട് ഖാസി മുഹമ്മദ് എഴുതിയ ഒരു കാവ്യമാണ് ഫത്തുൽ മുബീൻ അഥവാ വ്യക്തമായ വിജയം, ഫത്തുൽ മുബീൻ. ഒന്നുകൂടെ പറയാം, ചാലിയം കോട്ടയുടെ വിജയവുമായി ബന്ധപ്പെട്ട് ഖാസി മുഹമ്മദ് എഴുതിയ കാവ്യമാണ് ഫത്തുൽ മുബീൻ. 1600 കുഞ്ഞാലി മരയ്ക്കാർ 4 പോർച്ചുഗീസുകാർ ഗോവയിൽ വെച്ച് വധിച്ചു. 1600 കുഞ്ഞാലി മരയ്ക്കാർ 4 പോർച്ചുഗീസുകാർ വധിച്ചത്. എവിടെ വെച്ചാണ്? ഗോവയിൽ വെച്ചാണ്. സാമൂതിരിയുടെ സമ്മതത്തോടു കൂടി പുള്ളിയെ ചതിച്ച് കൊല്ലുമായിരുന്നു. എന്നിട്ട് പുള്ളിയുടെ ശരീരഭാഗങ്ങളൊക്കെ പല ഭാഗത്തായിട്ട് പല സ്ഥലങ്ങളിലൊക്കെ പ്രദർശിപ്പിച്ച്, ആ സിനിമയെ കാണുന്ന പോലെയൊക്കെ തന്നെ കുഞ്ഞാലി 4 സാമൂതിരിയുടെ സമ്മതത്തോടു കൂടി യുദ്ധത്തിൽ പിടികൂടി ഗോവയിൽ കൊണ്ടുപോയി വധിച്ച് മൃതദേഹം വെട്ടിനുറുക്കി പല സ്ഥലങ്ങളിലായി പ്രദർശിപ്പിച്ചു. ഇന്ത്യൻ നാവികസേനയുടെ നേതൃത്വത്തിൽ കുഞ്ഞാലി മരയ്ക്കാർ സ്മാരകം നിർമ്മിച്ചത് കോട്ടയ്ക്കൽ വടകരയിലെ കോട്ടയ്ക്കലാണ് ഇന്ത്യൻ നാവികസേനയുടെ നേതൃത്വത്തിൽ കുഞ്ഞാലി മരയ്ക്കാർ സ്മാരകം നിർമ്മിച്ചത്. ഇന്ത്യൻ നാവികസേനയുടെ നേതൃത്വത്തിൽ കുഞ്ഞാലി മരയ്ക്കാർ സ്മാരകം നിർമ്മിച്ചത് വടകരയിലെ കോട്ടയ്ക്കലാണ്. കോട്ടയ്ക്കൽ, വടകര. ഓക്കെ, ഒന്നുകൂടെ പറയാം. ഇന്ത്യൻ നാവികസേനയുടെ നേതൃത്വത്തിൽ കുഞ്ഞാലി മരയ്ക്കാർ സ്മാരകം നിർമ്മിച്ചത് കോട്ടയ്ക്കൽ, വടകര. കുഞ്ഞാലി മരയ്ക്കാരുടെ സ്മരണാർത്ഥം സ്റ്റാമ്പ് പുറത്തിറക്കിയത് 2000-ലാണ്. കുഞ്ഞാലി മരയ്ക്കാരുടെ സ്മരണാർത്ഥം ഏത് വർഷമാണ് സ്റ്റാമ്പ് പുറത്തിറക്കിയതെന്ന് ചോദിച്ചാൽ വർഷം 2000. കുഞ്ഞാലി മരയ്ക്കാരുടെ സ്മരണാർത്ഥം സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം 2000. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞു പോർച്ചുഗീസുകാർ വരുന്നതിന് മുമ്പ് തന്നെ അറബികളും ചൈനക്കാരും ഒക്കെ ഈ ഒരു ജോഗ്രഫിക്കൽ ഏരിയ ആയി വ്യാപാരമൊക്കെ നടത്തിയിരുന്നു. ഇവിടെ ഒരു വ്യാപാര കുത്തക, ഒരു മൊണോപ്പോളി അവർ എൻജോയ് ചെയ്തിരുന്നു. അപ്പോൾ ഈ പോർച്ചുഗീസുകാർക്ക് വേറെ ഒരു ലക്ഷ്യം കൂടി ഉണ്ടായിരുന്നു, ഈ അറബികളുടെയും അതുപോലെ ചൈനക്കാരുടെയും മൊണോപ്പോളി അവസാനിപ്പിക്കണമെന്നത്. അപ്പോൾ അതിനുവേണ്ടി ഇവർ കോഴിക്കോട്ടെ ഭരണാധികാരിയായ സാമൂതിരിയോട് പറഞ്ഞു അറബികളെ പുറത്താക്കണമെന്ന്. പക്ഷേ സാമൂതിരി ഇത് സമ്മതിച്ചില്ല. അത് പോർച്ചുഗീസുകാരെ വല്ലാതെ ചൊടിപ്പിച്ചു, അവരെ കുപിതരാക്കി. അതുകൊണ്ട് അവർ കണ്ണൂരിൽ ഡയറക്റ്റായിട്ട് എത്തുകയും അവിടെ നിന്ന് ആവശ്യമായ വിഭവങ്ങൾ ശേഖരിക്കുകയും ചെയ്തു. ആ ഒരു പോയിന്റുകളാണ് ജസ്റ്റ് ഒന്ന് പറയാൻ പോകുന്നത്, ശ്രദ്ധിച്ചിരിക്കുക. അറബികളുടെയും ചൈനക്കാരുടെയും കേരളത്തിലെ വ്യാപാര കുത്തക അവസാനിപ്പിക്കുക എന്നതായിരുന്നു പോർച്ചുഗീസുകാരുടെ പ്രധാന ലക്ഷ്യം.
കോഴിക്കോട്ടെ ഭരണാധികാരിയായ സാമൂതിരിയോട് അറബി കച്ചവടക്കാരെ പുറത്താക്കണമെന്ന് പോർച്ചുഗീസുകാർ ആവശ്യപ്പെട്ടു. എന്നാൽ ഈ ആവശ്യം അംഗീകരിക്കാൻ സാമൂതിരി തയ്യാറാകാതിരുന്നത് പോർച്ചുഗീസുകാരെ കുപിതരാക്കി. അതുകൊണ്ട് അവർ കണ്ണൂരിലെത്തുകയും അവിടെ നിന്ന് ആവശ്യമായ വിഭവങ്ങൾ ശേഖരിക്കുകയും ചെയ്തു. ജസ്റ്റ് ആ കാര്യങ്ങളൊന്ന് മനസ്സിലാക്കി പോവുക. ഓക്കെ, ഇതൊന്നും കാണാതെ പഠിക്കേണ്ട, ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. അടുത്തത് കാർട്ടസ് വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത്. ഈ മറ്റ് പോർച്ചുഗീസുകാരുടെ അല്ലാതെ മറ്റ് കപ്പലുകൾക്കൊക്കെ ഈ ഒരു ജോഗ്രഫിക്കൽ ഏരിയയുമായിട്ട് വ്യാപാരം നടത്തണമെങ്കിൽ പോർച്ചുഗീസുകാരുടെ പാസ്സായ കർട്ടസ് എടുക്കണം. അപ്പോൾ ഒരു പാസ്സാണ്, കപ്പൽ വ്യാപാരത്തിന് വേണ്ടിയുള്ള ഒരു പാസ്സാണ് ഈ കർട്ടസ് എന്ന് പറയുന്നത്. അപ്പോൾ അത്രയൊന്നും അറിഞ്ഞിരിക്കുക. ബാക്കി ജസ്റ്റ് പറഞ്ഞിരിക്കുന്ന പോയിന്റുകൾ ഞാനൊന്ന് വായിക്കാം, അത് മനസ്സിലാക്കി പോയാൽ മാത്രം മതി. കപ്പൽ വ്യാപാരത്തിന് വേണ്ടിയുള്ള മറ്റ് സ്ഥലങ്ങളിലെ മറ്റ് ഏഷ്യൻ സ്ഥലങ്ങളിലേക്ക് കപ്പലുകൾക്കുള്ള പാസ്സാണ് ഈ കർട്ടസ് എന്ന് പറയുന്നത്. ഇന്ത്യയുടെ ഏതെങ്കിലും ഭാഗങ്ങളുമായി മറ്റ് കപ്പലുകൾ വ്യാപാരം നടത്തുന്നത് തടയുന്നതിന് വേണ്ടി പോർച്ചുഗീസ് ഉദ്യോഗസ്ഥൻ നൽകിയിരുന്ന പാസ് അറിയപ്പെട്ടിരുന്നത് കർട്ടസ് എന്നായിരുന്നു. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കപ്പലിന് വേണ്ടിയുള്ള പാസ്. ഓരോ ഏഷ്യൻ വ്യാപാര കപ്പലും തങ്ങളുടെ ചരക്കുകൾ കടത്തുന്നതിന് പോർച്ചുഗീസുകാർക്ക് ഒരു നിശ്ചിത സംഖ്യ കരം നൽകി കർട്ടസ് സ്വന്തമാക്കണമായിരുന്നു. അപ്പം വേറെ ഏതെങ്കിലും ഏഷ്യൻ വ്യാപാര കപ്പൽ ഇവിടുന്ന് ഈ ഒരു വ്യാപാരം നടത്തണമെങ്കിൽ പോർച്ചുഗീസുകാർക്ക് ഒരു നിശ്ചിത തുക കൊടുത്തുകൊണ്ട്, ഒരു എമൗണ്ട് കൊടുത്തുകൊണ്ട്, നികുതി കൊടുത്തുകൊണ്ട് ഈ ഒരു പാസ് എടുക്കണം. എങ്കിൽ മാത്രമേ ഉള്ളൂ വ്യാപാരം നടത്താൻ പറ്റത്തുള്ളൂ. ഇനി കർട്ടസിൽ ഉൾപ്പെടുത്തിയിരുന്ന വിവരങ്ങൾ എന്തൊക്കെയാണെന്നാണ് പറയാൻ പോകുന്നത്. കപ്പലിൻ്റെ വലിപ്പം, കപ്പിത്താൻ്റെയും ജീവനക്കാരുടെയും വിവരങ്ങൾ, ചരക്കിൻ്റെ വിവരങ്ങൾ, എത്തിച്ചേരുന്ന തുറമുഖം. കപ്പലിൻ്റെ വലിപ്പം, കപ്പിത്താൻ്റെയും ജീവനക്കാരുടെയും വിവരങ്ങൾ, ചരക്കിൻ്റെ വിവരങ്ങൾ, എത്തിച്ചേരുന്ന തുറമുഖം, ഇവയൊക്കെയാണ് ഈ കർട്ടസിൽ ഉൾപ്പെടുത്തിയിരുന്നത്. ഇനി കർട്ടസ് എടുത്തില്ലെങ്കിൽ, കർട്ടസ് വാങ്ങാത്ത കപ്പലുകൾ കണ്ടുകെട്ടി ജീവനക്കാരെ കൊല്ലുകയോ കപ്പലുകളിൽ അടിമകളാക്കുകയോ ചെയ്തിരുന്നു. ഈ പൈറേറ്റ്സ് ഓഫ് ദ കരീബിയനെ കണ്ടിട്ടില്ലേ, പോർച്ചുഗീസുകാരൊക്കെ വന്ന് മറ്റേ ഇവരെ ഒരു കപ്പലൊക്കെ പിടിച്ച് തടവിലാക്കുന്നതൊക്കെ. അതുപോലെയൊക്കെ തന്നെ കർട്ടസ് വാങ്ങാത്ത കപ്പലുകൾ കണ്ടുകെട്ടി ജീവനക്കാരെ കൊല്ലുകയോ കപ്പലുകളിൽ അടിമകളാക്കുകയോ ചെയ്തിരുന്നു. അപ്പോൾ എന്താണ് കർട്ടസിന് ഏകദേശം ഒരു ഐഡിയ ലഭിച്ചല്ലോ. ആ ഒരു കപ്പൽ വേറെ നാട്ടിലെ ആൾക്കാർ, വേറെ ഏഷ്യൻ രാജ്യങ്ങളിലേക്ക് വ്യാപാര കപ്പലുകൾക്ക് ഇവിടെ വ്യാപാരം നടത്തണമെങ്കിൽ ആ ഒരു നികുതി അടച്ചുകൊണ്ട് ആ ഒരു പാസ് എടുക്കണം. ആ പാസിന് പറയുന്ന പേരാണ് കർട്ടസ് എന്ന് ഒന്ന് അറിഞ്ഞിരിക്കുക. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി പോയാൽ മാത്രം മതി. അടുത്ത പോയിന്റ്, പോർച്ചുഗീസുകാരുടെ സംഭാവനകളാണ് ഇനി പറയാൻ പോകുന്നത്. ഈ സംഭാവനകൾ പലപ്പോഴും BSc പരീക്ഷകളിൽ ചോദിക്കാറുണ്ട്. ഇനി അങ്ങോട്ട് പല ആൾക്കാരുടെയും സംഭാവനകൾ ഇങ്ങനെ മാറ്റി മറിച്ചുമൊക്കെ സ്റ്റേറ്റ്മെൻറ്റ് രൂപേണ തന്നിട്ട് ഇതാരുടെയാണ് അല്ലെങ്കിൽ ഏതൊക്കെയാണ് പോർച്ചുഗീസുകാരുടെ എന്നുള്ള രീതിയിലൊക്കെ ചോദ്യങ്ങൾ വരാം. അപ്പോൾ അതുകൊണ്ട് ഇത് നല്ല രീതിയിൽ മനസ്സിലാക്കി പൊക്കോണം. കൊച്ചിയിലും വൈപ്പിനിലും അച്ചടിശാല സ്ഥാപിച്ചത് പോർച്ചുഗീസുകാരാണ്. കൊച്ചിയിലും വൈപ്പിനിലും അച്ചടിശാല സ്ഥാപിച്ചത് പോർച്ചുഗീസുകാരാണ്. ഈ കൊച്ചി പോർച്ചുഗീസുകാരുടെ മെയിനാണല്ലോ. അപ്പോൾ കൊച്ചിയിൽ അച്ചടിശാല സ്ഥാപിച്ചത് പോർച്ചുഗീസുകാരാണെന്ന് ഓർത്തിരിക്കാമല്ലോ. കൊച്ചിയിലും വൈപ്പിനിലും അച്ചടിശാല സ്ഥാപിച്ചത് പോർച്ചുഗീസുകാരാണ്. ഇനി ഇന്ത്യയിൽ അവർ കൊണ്ടുവന്ന കുറച്ച് സംഭവങ്ങളാണ് പറയാൻ പോകുന്നത്. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ആദ്യം ഞാൻ ഓർത്ത് ഇത് കോഡ് വെച്ച് പറയാമെന്ന്. പിന്നെ എനിക്ക് തോന്നി കോഡ് വെച്ച് പറഞ്ഞാൽ ഒരുപാട് കോഡുകൾ ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് വെച്ചാൽ അത് കുറച്ച് ബുദ്ധിമുട്ടാകും. അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത്, ഞാൻ ഈ പറയുന്ന കതിച്ചക്ക, പപ്പായ എന്നീ കാര്യങ്ങളൊക്കെ, എന്നീ പഴങ്ങളും സംഭവങ്ങളും ഒക്കെ നിങ്ങൾ ഇന്നിപ്പം ഞാൻ ഈ പറയുന്ന കൂട്ടത്തിൽ തന്നെ മനസ്സിലൊരു 3-4 പ്രാവശ്യം പറഞ്ഞ് പഠിച്ചു പോവുക. നാളെ ഒരു മിനിറ്റ് എടുത്ത് ഈ ഒരു സംഭവം ഒന്നുകൂടി ഒന്ന് വായിക്കുക. അതിൻ്റെ പിറ്റേ ദിവസം ഒന്ന് വായിക്കുക. അങ്ങനെ ഒരു 2-3 ദിവസം അല്ലെങ്കിൽ ഒരു 5 ദിവസം അടുപ്പിച്ച് വായിക്കുമ്പം പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ കൊണ്ടുവന്ന വിഭവങ്ങളൊക്കെ സിമ്പിളായിട്ട് നിങ്ങൾ പോർച്ചുഗീസുകാരുടെ തന്നെ ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്തോളും. ഓക്കെ, ഒന്നുകൂടെ പറയാം. കൈതച്ചക്ക, പപ്പായ, കശുവണ്ടി, പേരയ്ക്ക, വറ്റൽമുളക്, പുകയില, ആത്തിക്ക, മരച്ചീനി, റബ്ബർ എന്നിവ ഇന്ത്യയിൽ കൊണ്ടുവന്നത് പോർച്ചുഗീസുകാരാണ്. കൈതച്ചക്ക, പപ്പായ, കശുവണ്ടി, അതുപോലെ പേരയ്ക്ക, വറ്റൽമുളക്, പുകയില, ആത്തിക്ക, മരച്ചീനി, റബ്ബർ എന്നിവ ഇന്ത്യയിൽ കൊണ്ടുവന്നത് പോർച്ചുഗീസുകാരാണ്. കൈതച്ചക്ക, പപ്പായ, കശുവണ്ടി, ആ പേരുകൾ ശ്രദ്ധിച്ച് നോക്കുക. കൈതച്ചക്ക, പപ്പായ, കശുവണ്ടി, പേരയ്ക്ക, വറ്റൽമുളക്, പുകയില, ആത്തിക്ക, മരച്ചീനി, റബ്ബർ എന്നിവ പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ കൊണ്ടുവന്നു. പായിൽ തുടങ്ങുന്ന പപ്പായ, പേരയ്ക്ക, പുകയില 3 പോർച്ചുഗീസുകാർ കൊണ്ടുവന്നു. അതുപോലെ തന്നെ കൈതച്ചക്ക, കശുവണ്ടി, കായൽ തുടങ്ങുന്ന 2 കൈതച്ചക്ക, കശുവണ്ടി, പിന്നെ വറ്റൽമുളക്, ആത്തിക്ക, മരച്ചീനി, റബ്ബർ എന്നിവ ഇന്ത്യയിൽ കൊണ്ടുവന്നത് പോർച്ചുഗീസുകാരാണ്. ക്രിസ്ത്യൻ കലാരൂപമായ ചവിട്ട് നാടകം കേരളത്തിൽ പ്രചരിപ്പിച്ചത് പോർച്ചുഗീസുകാരാണ്. പോരെന്ന് പറഞ്ഞാൽ യുദ്ധമൊക്കെ ആണല്ലോ, യുദ്ധത്തിൽ അല്ലെങ്കിൽ അടി ഉണ്ടാക്കുമ്പോഴൊക്കെ ആണല്ലോ ചവിട്ടുന്നത്. സോ ചവിട്ട്, പോർച്ചുഗീസ്, ചവിട്ട് നാടകം കണക്റ്റ് ആവുമല്ലോ. ക്രിസ്ത്യൻ കലാരൂപമായ ചവിട്ട് നാടകം കേരളത്തിൽ പ്രചരിപ്പിച്ചത് പോർച്ചുഗീസുകാരാണെന്ന് ആ രീതിയിൽ ഓർത്തിരിക്കാമല്ലോ. ക്രിസ്ത്യൻ കലാരൂപമായ ചവിട്ട് നാടകം കേരളത്തിൽ പ്രചരിപ്പിച്ചത് പോർച്ചുഗീസുകാരാണ്. ചവിട്ട് നാടകത്തെ ഒരു ജനകീയ കലയായി ഉയർത്തിക്കൊണ്ടുവന്നതും
പോർച്ചുഗീസുകാർ തന്നെയാണ്. ചവിട്ടുനാടകത്തെ ഇവരൊരു ജനകീയ കലയായി ഉയർത്തിക്കൊണ്ടുവന്നു. ഇന്ത്യയിൽ ആദ്യമായി യൂറോപ്യൻ സ്കൂൾ കൊച്ചിയിൽ ആരംഭിച്ചത് പോർച്ചുഗീസുകാരാണ്. എന്തായാലും കൊച്ചിയിൽ യൂറോപ്യൻ സ്കൂൾ ഇന്ത്യയിൽ ആദ്യമായി ആരംഭിച്ചത് സിമ്പിളായിട്ട് അത് ആദ്യമായിട്ട് വന്ന പോർച്ചുഗീസുകാരായതുകൊണ്ട് അങ്ങനെ ഒരു പോയിന്റ് വെച്ച് കണക്ട് ആവുമല്ലോ. ഇന്ത്യയിൽ ആദ്യമായി യൂറോപ്യൻ സ്കൂൾ കൊച്ചിയിൽ ആരംഭിച്ചത് പോർച്ചുഗീസുകാരാണ്. ഇന്ത്യയിൽ ആദ്യമായി യൂറോപ്യൻ സ്കൂൾ കൊച്ചിയിൽ ആരംഭിച്ചത് ആരാന്ന് ചോദിച്ചാൽ പോർച്ചുഗീസുകാരാണ്. കൊച്ചി, കൊടുങ്ങല്ലൂർ, വൈപ്പിൻകോട്ട എന്നിവിടങ്ങളിൽ ക്രിസ്ത്യൻ പുരോഹിതന്മാരുടെ വൈദിക പഠനത്തിനായി സെമിനാരികളും കോളേജുകളും ആരംഭിച്ചു. എവിടേക്കാണ്? കൊച്ചി, കൊടുങ്ങല്ലൂർ, വൈപ്പിൻകോട്ട. സ്ഥലങ്ങൾ ഓർത്തോണം. കൊച്ചി, കൊടുങ്ങല്ലൂർ, വൈപ്പിൻകോട്ട എന്നിവിടങ്ങളിൽ ക്രിസ്ത്യൻ പുരോഹിതന്മാരുടെ വൈദിക പഠനത്തിനായി സെമിനാരികളും കോളേജുകളും ആരംഭിച്ചത് പോർച്ചുഗീസുകാരാണ്. കൊച്ചി, കൊടുങ്ങല്ലൂർ, വൈപ്പിൻകോട്ട എന്നിവിടങ്ങളിൽ ക്രിസ്ത്യൻ പുരോഹിതന്മാരുടെ വൈദിക പഠനത്തിനായി സെമിനാരികളും കോളേജുകളും ആരംഭിച്ചു. കൊച്ചി, കൊടുങ്ങല്ലൂർ, വൈപ്പിൻകോട്ട 3 സ്ഥലങ്ങളിൽ. ഓക്കെ, ഇനി മാനുവൽ കോട്ട വളരെയധികം പ്രധാനപ്പെട്ടതാണ്. മാനുവൽ കോട്ട, മാനുവൽ എന്ന് കേൾക്കുമ്പോൾ തന്നെ ഞാൻ നേരത്തെ വാസ്കോ ഡ ഗാമയോട് പറഞ്ഞായിരുന്നല്ലോ, മാ വെച്ച് തുടങ്ങുന്ന രാജാവ്. മാനുവൽ പോർച്ചുഗീസ് ആണെന്ന് സിമ്പിളായിട്ട് കണക്ട് ചെയ്യാമല്ലോ. ഇന്ത്യയിൽ യൂറോപ്യന്മാർ നിർമ്മിച്ച ആദ്യത്തെ കോട്ടയാണ് ഈ മാനുവൽ കോട്ട എന്ന് പറയുന്നത്. അപ്പം ആ രീതിയിൽ ആദ്യം വന്നത് പോർച്ചുഗീസുകാരാണല്ലോ. പോർച്ചുഗീസുകാരുടെ വാസ്കോ ഡ ഗാമയൊക്കെ ഇങ്ങോട്ട് വിട്ടത് മാനുവൽ ആണല്ലോ. അപ്പോൾ ആ രീതിയിൽ മാനുവൽ ആണ് ആദ്യത്തെ കോട്ട എന്ന് നിങ്ങൾ ഓർത്തിരിക്കുമല്ലോ. ആദ്യം നിർമ്മിച്ച കോട്ട മാനുവൽ കോട്ട. അപ്പോൾ ഇന്ത്യയിൽ യൂറോപ്യന്മാർ നിർമ്മിച്ച ആദ്യ കോട്ടയാണ് മാനുവൽ കോട്ട. ഇന്ത്യയിൽ യൂറോപ്യന്മാർ നിർമ്മിച്ച ആദ്യ കോട്ട മാനുവൽ കോട്ട 1503 കൊച്ചിയിലാണ്. ഇന്ത്യയിൽ യൂറോപ്യന്മാർ നിർമ്മിച്ച ആദ്യ കോട്ടയാണ് മാനുവൽ കോട്ട. 1503 കൊച്ചിയിലാണ് മാനുവൽ കോട്ട നിർമ്മിച്ചത്. ഇന്ത്യയിലെ ഏറ്റവും പഴയ യൂറോപ്യൻ നിർമ്മിതി അതുപോലെ പള്ളിപ്പുറം കോട്ട, വൈപ്പിൻ കോട്ട, ആയക്കോട്ട, അഴീക്കോട്ട, കൊച്ചിൻ കോട്ട എന്നൊക്കെ അറിയപ്പെടുന്നത് മാനുവൽ കോട്ടയാണ്. പറഞ്ഞ പോയിന്റുകൾ: ഇന്ത്യയിൽ യൂറോപ്യന്മാർ നിർമ്മിച്ച ആദ്യ കോട്ട 1503 കൊച്ചിയിലാണ്. ഇന്ത്യയിൽ യൂറോപ്യന്മാർ നിർമ്മിച്ച ആദ്യ കോട്ട മാനുവൽ കോട്ടയാണ്. ഇന്ത്യയിലെ ഏറ്റവും പഴയ യൂറോപ്യൻ നിർമ്മിതി ഏതെന്ന് ചോദിച്ചാലും മാനുവൽ കോട്ട തന്നെ ഏറ്റവും ആദ്യത്തെ. അപ്പോൾ ഇന്ത്യയിലെ യൂറോപ്യന്മാർ നിർമ്മിച്ച ആദ്യ കോട്ട മാനുവൽ കോട്ട, ഏറ്റവും പഴയ യൂറോപ്യൻ നിർമ്മിതി പള്ളിപ്പുറം കോട്ട, വൈപ്പിൻ കോട്ട, ആയക്കോട്ട, അഴീക്കോട്ട, കൊച്ചിൻ കോട്ട. 4 പേരുകളാണ്. പള്ളിപ്പുറം കോട്ട, വൈപ്പിൻ കോട്ട, ആയക്കോട്ട, അഴീക്കോട്ട, കൊച്ചിൻ കോട്ട. 5 പേരുകളുണ്ട് മാനുവൽ കോട്ടയ്ക്ക്. പള്ളിപ്പുറം കോട്ട, വൈപ്പിൻ കോട്ട, ആയക്കോട്ട, അഴീക്കോട്ട, കൊച്ചിൻ കോട്ട എന്നീ 5 പേരുകളിൽ അറിയപ്പെടുന്നതും മാനുവൽ കോട്ട തന്നെയാണ്. ഇത് പണി കഴിപ്പിച്ചത് ആരാണ്? അൽ ബുക്കർക്കാണ്. അൽ ബുക്കർക്കാണ് മാനുവൽ കോട്ട പണി കഴിപ്പിച്ചത്. മാനുവൽ കോട്ട പണി കഴിപ്പിച്ചത് അൽ ബുക്കർക്കാണെന്ന് ഓർത്തിരിക്കുക. ഇന്ത്യയിൽ യൂറോപ്യന്മാർ നിർമ്മിച്ച ആദ്യ കോട്ടയാണ് മാനുവൽ കോട്ട. 1503 കൊച്ചിയിലാണ്. ഇന്ത്യയിലെ ഏറ്റവും പഴയ യൂറോപ്യൻ നിർമ്മിതി ഏതെന്ന് ചോദിച്ചാൽ മാനുവൽ കോട്ടയാണ്. ഇതിൻ്റെ മറ്റു പേരുകൾ പള്ളിപ്പുറം കോട്ട, വൈപ്പിൻ കോട്ട, ആയക്കോട്ട, അഴീക്കോട്ട, കൊച്ചിൻ കോട്ട. അതുപോലെ മാനുവൽ കോട്ട പണി കഴിപ്പിച്ചത് ആരെന്ന് ചോദിച്ചാലും അൽ ബുക്കർക്കാണ്. അൽ ബുക്കർക്കാണ് മാനുവൽ കോട്ട പണി കഴിപ്പിച്ചത്. കണ്ണൂരിലെ സെൻറ്റ് ആഞ്ചലോസ് കോട്ട നിർമ്മിച്ചത് അൽമേഡയാണ്. മാനുവൽ കോട്ട അൽ ബുക്കർക്കാണെങ്കിൽ സെൻറ്റ് ആഞ്ചലോസ് കോട്ട അൽമേഡ. അത് 1505 സെൻറ്റ് ആഞ്ചലോസ് കോട്ട നിർമ്മിച്ചത് അൽമേഡ. ഓർത്തിരിക്കുക, അത് ചോദിച്ചതാണ് ഈ ഇടയ്ക്ക്. കണ്ണൂരിലെ സെൻറ്റ് ആഞ്ചലോസ് കോട്ട നിർമ്മിച്ചത് അൽമേഡ 1505. കണ്ണൂരിലെ സെൻറ്റ് ആഞ്ചലോസ് അൽമേഡ. എന്നാൽ മാനുവൽ കോട്ട അൽ ബുക്കർക്ക്, സെൻറ്റ് ആഞ്ചലോസ് അൽമേഡ. തൃശ്ശൂർ ജില്ലയിലെ കോട്ടപ്പുറം കോട്ട നിർമ്മിച്ചത് പോർച്ചുഗീസുകാരാണെന്ന് ഓർത്തിരുന്നോണം. തൃശ്ശൂർ ജില്ലയിലെ കോട്ടപ്പുറം കോട്ടയും പോർച്ചുഗീസുകാരാണ്. മാനുവൽ കോട്ട, സെൻറ്റ് ആഞ്ചലോസ് കോട്ട, കോട്ടപ്പുറം കോട്ട. അപ്പം 3 എണ്ണമായി. മാനുവൽ കോട്ട നിർമ്മിച്ചത് പോർച്ചുഗീസുകാരാണെന്ന് പറഞ്ഞു. നമുക്ക് എന്തായാലും അറിയാം, ആദ്യത്തെ ആയതുകൊണ്ട് അൽ ബുക്കർക്കാണ്. സെൻറ്റ് ആഞ്ചലോസ് ആണെങ്കിൽ അൽമേഡയാണ്. തൃശ്ശൂർ ജില്ലയിലെ കോട്ടപ്പുറം കോട്ട നിർമ്മിച്ചതും പോർച്ചുഗീസുകാരാണ്. തൃശ്ശൂർ ജില്ലയിലെ കോട്ടപ്പുറം കോട്ട നിർമ്മിച്ചതും പോർച്ചുഗീസുകാരാണെന്ന് അറിഞ്ഞിരിക്കുക. കുഞ്ഞാലി മരയ്ക്കാരുടെ ആക്രമണം നേരിടാനായി 1531 പോർച്ചുഗീസുകാർ നിർമ്മിച്ച കോട്ടയാണ് ചാലിയം കോട്ട. കോഴിക്കോട് ജില്ലയിലെ അല്ലെങ്കിൽ കോഴിക്കോട് സ്ഥിതി ചെയ്യുന്ന ചാലിയം കോട്ട. ചാലിയം കോട്ട പിടിച്ചെടുത്ത കാര്യവും കുഞ്ഞാലി മരയ്ക്കാർ 3ാമൻ്റെ സംഭവം നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ. അപ്പോൾ കുഞ്ഞാലി മരയ്ക്കാരുടെ ആക്രമണം നേരിടുന്നതിനായി 1531 പോർച്ചുഗീസുകാർ നിർമ്മിച്ച കോട്ടയാണ് ചാലിയം കോട്ട. കോഴിക്കോട്ടെ ചാലിയം കോട്ട നിർമ്മിച്ചത് ആരാന്ന് ചോദിച്ചാൽ ഇനി ഓർത്തിരിക്കുമല്ലോ, പോർച്ചുഗീസുകാരാണ്. കുഞ്ഞാലി മരയ്ക്കാരോട് എന്തായാലും ബന്ധമുണ്ട്. കുഞ്ഞാലി മരയ്ക്കാരുടെ ആക്രമണം തടയുന്നതിന് വേണ്ടിയാണ് 1531 പോർച്ചുഗീസുകാർ ചാലിയം കോട്ട നിർമ്മിച്ചത്. ഇനി തൂഫത്തുൽ മുജാഹുദ്ദീൻ എന്ന് പറയുന്ന ഒരു കൃതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. ശ്രദ്ധിച്ചിരിക്കുക, വളരെയധികം പ്രധാനപ്പെട്ടതാണ്. കേരളത്തിലെ പോർച്ചുഗീസ് അതിക്രമങ്ങളെക്കുറിച്ച് സൂചന നൽകുന്ന കൃതിയാണ് തൂഫത്തുൽ മുജാഹുദ്ദീൻ. കേരളത്തിലെ പോർച്ചുഗീസ് അതിക്രമങ്ങളെക്കുറിച്ച് സൂചന നൽകുന്ന കൃതിയാണ് തൂഫത്തുൽ
മുജാഹുദ്ദീൻ. അറബി ഭാഷയിൽ ഷെയ്ഖ് സൈനുദ്ദീൻ രചിച്ച കൃതിയാണ്. പോർച്ചുഗീസുകാർക്കെതിരെ യുദ്ധം ചെയ്യാൻ മുസ്ലിങ്ങളോട് ആഹ്വാനം ചെയ്യുന്ന കൃതിയാണ് തൂഫത്തുൽ മുജാഹുദ്ദീൻ. ഓർത്തിരിക്കുക, കേരളത്തിലെ പോർച്ചുഗീസ് അതിക്രമങ്ങളെക്കുറിച്ച് സൂചന നൽകുന്ന കൃതിയാണ് തൂഫത്തുൽ മുജാഹുദ്ദീൻ. അറബി ഭാഷയിൽ ഷെയ്ഖ് സൈനുദ്ദീനാണ് ഇത് രചിച്ചത്. മുസ്ലിങ്ങളോട് പോർച്ചുഗീസുകാർക്കെതിരെ യുദ്ധം ചെയ്യാൻ ആഹ്വാനം ചെയ്യുന്നത് ഏത് കൃതിയാണെന്ന് ചോദിച്ചാൽ തൂഫത്തുൽ മുജാഹുദ്ദീനാണ്. കേരളത്തിലെ പോർച്ചുഗീസ് അതിക്രമങ്ങൾക്കെതിരെ അതുപോലെ അറബി ഭാഷയിൽ ഷെയ്ഖ് മുഹമ്മദാണ് രചിച്ചത്. ഏത് ഭാഷയിലാണ്? അറബി ഭാഷയിലാണ് രചിച്ചത്. ഷെയ്ഖ് മുഹമ്മദ് പോർച്ചുഗീസുകാരോട് യുദ്ധം ചെയ്യാൻ മുസ്ലിങ്ങളോട് ആഹ്വാനം ചെയ്യുന്ന കൃതിയാണ് തൂഫത്തുൽ മുജാഹുദ്ദീൻ. ചാലിയൻകോട്ടയെപ്പറ്റി നമ്മൾ പറഞ്ഞു. ചാലിയൻകോട്ട പണിത പോർച്ചുഗീസ് ഗവർണറുടെ പേര് ചോദിക്കാം. അത് നുനോ ഡാ കുൻഹ. വല്ലാത്തൊരു പേരാണ്, പഠിച്ചേ പറ്റത്തുള്ളൂ. നുനോ ഡാ കുൻഹ. നുനോ ഡാ കുൻഹ ചാലിയൻകോട്ട പണിത പോർച്ചുഗീസ് ഗവർണറാണ് നുനോ ഡാ കുൻഹ. ചാലിയൻകോട്ട പണിത പോർച്ചുഗീസ് ഗവർണറുടെ പേര് നുനോ ഡാ കുൻഹ. ഓർത്തിരിക്കുക, ചാലിയൻകോട്ട പണിത പോർച്ചുഗീസ് ഗവർണർ നുനോ ഡാ കുൻഹ. സാമൂതിരിയുടെ കണ്ടത്തിലേക്ക് നീട്ടിയ പീരങ്കി എന്നറിയപ്പെടുന്നത് ഏത് കോട്ടയാണെന്ന് ചോദിച്ചാൽ ഏതാണ്? ചാലിയൻകോട്ട. സാമൂതിരി ഒക്കെ ആയിട്ടുള്ളാണല്ലോ യുദ്ധം ആദ്യം ഉണ്ടായിരുന്നത്. അപ്പോൾ സാമൂതിരിക്ക് വേണ്ടി കൂടെ കൂടിയ വ്യക്തിയാണല്ലോ കുഞ്ഞാലി മരക്കാർ പോർച്ചുഗീസുകാർക്കെതിരെ യുദ്ധം ചെയ്യാൻ. അപ്പം ചാലിയൻകോട്ട പിടിച്ചെടുത്തത് കുഞ്ഞാലി മരക്കാർ മൂന്നാമനാണ് എന്നുള്ള രീതിയിലൊക്കെ സംഭവം നമ്മൾ പറഞ്ഞായിരുന്നല്ലോ. സോ ആ പോയിന്റ് സിമ്പിളായിട്ട് അതൊക്കെ ആ ഒരു പോയിൻ്റൊക്കെ വെച്ച് കഥയൊക്കെ വെച്ച് നമുക്ക് കണക്ട് ചെയ്യാമല്ലോ. സാമൂതിരിയുടെ കണ്ടത്തിലേക്ക് നീട്ടിയ പീരങ്കി എന്നറിയപ്പെടുന്നത് ചാലിയൻകോട്ടയാണെന്ന്. ചാലിയൻകോട്ട സാമൂതിരിയുടെ കണ്ടത്തിലേക്ക് നീട്ടിയ പീരങ്കി എന്ന് അറിയപ്പെടുന്നു. അടുത്ത പോയിന്റ് പറയുന്നതിന് മുമ്പ് ഞാൻ ചെറിയൊരു കോഡ് അല്ലെങ്കിൽ ഒരു സംഭവം പറയാം. പോരെന്ന വാക്കിൻ്റെ അർത്ഥം യുദ്ധം അല്ലെങ്കിൽ അടി ഉണ്ടാക്കുക എന്നൊക്കെയാണല്ലോ. പോരടിക്കുന്നത് ഗോദയിലാണെന്ന് ഓർത്തേ. പോരടിക്കുന്നത് ഗോദയിലാണ്. ഗോദ എന്ന് പറയുന്നത് ഗുസ്തിക്ക് വേണ്ടിയുള്ള ഒരു സ്ഥലമാണല്ലോ ഗോദ. പോരടിക്കുന്നത് ഗോദയിലാണ്. ഗോദയിൽ ഇറങ്ങിയാൽ ഫ്രണ്ട്സ് ആണെങ്കിലും അവർ തമ്മിൽ പോരടിക്കും. ഫ്രണ്ട്സ് ആണെങ്കിലും ഗോദയിൽ ഇറങ്ങിയാൽ പോരടിക്കും. ഇനി രാജ്യങ്ങളാണെങ്കിൽ അവർ തമ്മിൽ ബോംബിടും. രാജ്യങ്ങൾ ഗോദയിൽ ഇറങ്ങിയാൽ അവർ തമ്മിൽ ബോംബിടും എന്ന് ഓർത്തി. അങ്ങോട്ടും ഇങ്ങോട്ടും ബോംബിടും. പറഞ്ഞ പോയിന്റുകൾ പോരടിക്കും, പോർച്ചുഗീസിലേക്ക് കണക്ട് ചെയ്യാം. പോരടിക്കുന്നത് ഗോദയിലാണെന്ന് പറഞ്ഞല്ലോ. ഗോതിക് ശൈലിയിലേക്ക് എത്താം. ഗോതിക് ശൈലി. ഈ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞല്ലോ, ഫ്രണ്ട്സിൽ നിന്ന് ഫ്രാൻസിസിലേക്ക് എത്താം. ബോംബിടുമെന്ന് പറഞ്ഞല്ലോ, ബോം ജീസസിലേക്കും എത്താമല്ലോ. പറഞ്ഞ പോയിന്റുകളെല്ലാം എന്തിനാണെന്ന് അടുത്ത കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. 16-ാം നൂറ്റാണ്ടിൽ പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ പരിചയപ്പെടുത്തിയ വാസ്തുവിദ്യാ ശൈലിയാണ് ഗോതിക് ശൈലി. 16-ാം നൂറ്റാണ്ടിൽ പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ പരിചയപ്പെടുത്തിയ വാസ്തുവിദ്യാ ശൈലിയാണ് ഗോതിക് ശൈലി. ഈ ഗോതിക് ശൈലിയിൽ നിർമ്മിച്ച പള്ളികളാണ് സെൻറ്റ് ഫ്രാൻസിസ് പള്ളിയും അതുപോലെ ബോം ജീസസ് പള്ളിയും. കൊച്ചിയിലെ സെൻറ്റ് ഫ്രാൻസിസ് പള്ളിയും അതുപോലെ ഗോവയിലെ ബോം ജീസസ് പള്ളിയും. അപ്പോൾ പോർച്ചുഗീസുകാരാണ് ഗോതിക് ശൈലി ഇന്ത്യയിൽ പരിചയപ്പെടുത്തിയത്. ഈ ശൈലിയിൽ പണി കഴിപ്പിച്ച പള്ളികളാണ് സെൻറ്റ് ഫ്രാൻസിസ് പള്ളിയും അതുപോലെ ബോം ജീസസ് പള്ളിയും. സെൻറ്റ് ഫ്രാൻസിസ് പള്ളി കൊച്ചിയിലാണ്, ബോം ജീസസ് പള്ളി ഗോവയിലാണെന്നും അറിഞ്ഞിരിക്കുക. ഈ സെൻറ്റ് ഫ്രാൻസിസ് പള്ളിയാണ് പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യ പള്ളി. കൊച്ചിയിലെ സെൻറ്റ് ഫ്രാൻസിസ് പള്ളിയാണ് പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യ പള്ളി എന്നും അറിഞ്ഞിരിക്കുക. ഓക്കെ. കേരളത്തിൽ പോർച്ചുഗീസുകാർ സ്ഥാപിച്ച ആദ്യ സെമിനാരി സ്ഥിതി ചെയ്യുന്നത് വരാപ്പുഴയിലാണ്. കേരളത്തിൽ പോർച്ചുഗീസുകാർ സ്ഥാപിച്ച ആദ്യ സെമിനാരി സ്ഥിതി ചെയ്യുന്നത്. സ്ഥിതി ചെയ്യുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ വരാപ്പുഴയിലാണെന്ന് ഓർത്തിരിക്കുക. അടുത്തത് മട്ടാഞ്ചേരി പാലസുമായി ബന്ധപ്പെട്ട കാര്യമാണ് പറയാൻ പോകുന്നത്. കൊച്ചി രാജാവായിരുന്ന വീര കേരളവർമ്മയ്ക്ക് പോർച്ചുഗീസുകാർ നിർമ്മിച്ചു നൽകിയ കൊട്ടാരമായിരുന്നു മട്ടാഞ്ചേരി പാലസ്. ഇത് 1555 നിർമ്മിച്ചു നൽകിയത്. മട്ടാഞ്ചേരി പാലസ് നിർമ്മിച്ചു നൽകിയത് 1555. പിൽക്കാലത്ത് ഇത് ഡച്ചുകാർ ഒന്ന് റിനോവേറ്റ് ചെയ്തു, പുതുക്കി പണിതു. അതേ തുടർന്ന് ഡച്ച് കൊട്ടാരമെന്ന് അറിയപ്പെട്ടു. 1663 ഡച്ചുകാർ പുതുക്കി പണിതത്. അതോടെ ഡച്ച് കൊട്ടാരമെന്ന് അറിയപ്പെട്ടു. അപ്പോൾ ഓർത്തിരിക്കുക, കൊച്ചി രാജാവായിരുന്ന വീര കേരളവർമ്മയ്ക്ക് പോർച്ചുഗീസുകാർ നൽകിയ കൊട്ടാരമാണ് മട്ടാഞ്ചേരി പാലസ്. വർഷം 1555. 1663 ഡച്ചുകാർ പുതുക്കി പണിതു. അതേ തുടർന്ന് ഇത് ഡച്ച് കൊട്ടാരമെന്ന് അറിയപ്പെട്ടു. ഓക്കെ. അപ്പോൾ മട്ടാഞ്ചേരി പാലസ് ഡച്ച് കൊട്ടാരമെന്നും അറിയപ്പെടുന്നു. പോർച്ചുഗീസുകാർ കൊച്ചി രാജാവായിരുന്ന വീര കേരളവർമ്മയ്ക്ക് 1555 നിർമ്മിച്ചു കൊടുത്തതാണ് അല്ലെങ്കിൽ നൽകിയതാണ് മട്ടാഞ്ചേരി പാലസ്. ഡച്ചുകാർ പിന്നീട് പുതുക്കി പണിതുകൊണ്ട് ഡച്ച് കൊട്ടാരമെന്നും അറിയപ്പെടുന്നു. ഓക്കെ. ഡച്ചുകാരെ പറ്റി ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നുള്ളൂ. അടുത്തത് 2 ട്വിസ്റ്റിംഗ് ഫാക്റ്റാണ് അല്ലെങ്കിൽ കൺഫ്യൂഷൻ വരുന്ന സാമൂതിരി ഒപ്പുവെച്ച 2 ഉടമ്പടികളാണ്. 1513 1540 കണ്ണൂർ സന്ധിയും പൊന്നാനി സന്ധിയും. 1513 കണ്ണൂർ സന്ധി, 1540 പൊന്നാനി സന്ധി. 1513 കണ്ണൂർ സന്ധി, 1540 പൊന്നാനി സന്ധി. പോർച്ചുഗീസുകാരും കോഴിക്കോട് സാമൂതിരിയും 13 ഒപ്പുവെച്ചത് കണ്ണൂർ സന്ധി. പോർച്ചുഗീസുകാരും കോഴിക്കോട് സാമൂതിരിയും 40 ഒപ്പുവെച്ചത് പൊന്നാനി സന്ധി. 1513 കണ്ണൂർ സന്ധി, 1540 പൊന്നാനി സന്ധി. 13 കണ്ണൂർ സന്ധി, 40 പൊന്നാനി സന്ധി. ഓക്കെ. പോർച്ചുഗീസുകാരെ കൂടാതെ ഡച്ചുകാരും ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും വ്യാപാര കുത്തക നേടിയെടുക്കുന്നതിന് പരസ്പരം മത്സരിച്ചിരുന്നു. പോർച്ചുഗീസുകാരെ കൂടാതെ ഡച്ചുകാരും ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും വ്യാപാര കുത്തക
നേടിയെടുക്കുന്നതിന് പരസ്പരം മത്സരിച്ചിരുന്നു. ഇവർ ഈ മത്സരങ്ങൾ നടത്തിയത് കുരുമുളകിന് വേണ്ടിയായിരുന്നു. ഈ പോർച്ചുഗീസുകാരും ഫ്രഞ്ചുകാരും ഡച്ചുകാരും ഒക്കെ മത്സരം നടത്തിയതെല്ലാം കുരുമുളകിന് വേണ്ടിയായിരുന്നു എന്നും അറിഞ്ഞിരിക്കുക. ജസ്റ്റ് ചരിത്രമാണൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുക. ഇനി പോർച്ചുഗീസുകാരിൽ നിന്ന് മലയാളത്തിലേക്ക് ലഭിച്ച കുറച്ച് പദങ്ങളുണ്ട്. ഈ പദങ്ങൾ നിങ്ങൾ പഠിച്ച് തന്നെ പോകണം. ഇത് PSC പരീക്ഷകളിൽ ചോദിക്കാറുണ്ട്. പക്ഷേ ഒറ്റയടിക്ക് പഠിച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ മറന്നു പോകും. അതുകൊണ്ട് ഇപ്പോൾ ഞാൻ ഈ പറയുന്ന കൂട്ടത്തിൽ ഇതെല്ലാം കൂടെ മനസ്സിൽ പറഞ്ഞു പോവുക. ആ കൂട്ടത്തിൽ തന്നെ പറ്റാവുന്ന അത്രയും പോർച്ചുഗീസുമാരുമായിട്ട് കണക്ട് ചെയ്തെന്തെങ്കിലും നമ്മൾ കണക്ഷൻ വെച്ച് ഞാൻ കണക്ഷനൊക്കെ പറയാം. ബാക്കിയുള്ളവ ഞാൻ പറഞ്ഞ പോലെ ഡെയിലി ഒരു മിനിറ്റൊക്കെ വെച്ച് ഒന്ന് നോക്കുവാണെങ്കിൽ സിമ്പിളായിട്ട് 5 ദിവസം കൊണ്ടെല്ലാം പോർച്ചുഗീസുകാരുടെ പദങ്ങളാണെന്ന് നിങ്ങളുടെ മനസ്സിലങ്ങ് പതിഞ്ഞോളും. അപ്പോൾ പദങ്ങൾ ലേലം, ഫാക്ടറി, മുറം. ഈ ലേലം എന്ന് പറഞ്ഞാൽ ലേലത്തിൻ്റെ സമയത്ത് ഇങ്ങനെ 30,000 35,000 എന്ന് മാറി മാറി ഓരോരുത്തർ കൂടുതൽ തുക വിളിക്കുന്ന സംഭവമാണല്ലോ ലേലം എന്ന് പറയുന്നത്. അപ്പോൾ ലേലത്തിന് ഒരു പോര് പോലെയല്ലേ, ഇപ്പോൾ ഒരു തമ്മിൽ ഒരു യുദ്ധം പോലെയാണ് ഈ ലേലം നടക്കുന്നത് അല്ലേ. അപ്പോൾ ലേലം പോരുമായിട്ട് കണക്ട് ചെയ്ത് പോർച്ചുഗീസുകാരാണ് ലേലം എന്ന് പറയാമല്ലോ. ഫാക്ടറിയും പോർച്ചുഗീസുകാരെയാണ്. ഫാക്ടറി എന്ന പദം നൽകിയതും പോർച്ചുഗീസുകാരാണ്. മുറവും പോർച്ചുഗീസുകാരെയാണ്. പതക്കം, കൊന്ത, കുമ്പസാരം, വികാരി. ആദ്യം പറഞ്ഞ 4 പറയാം. ലേലം, ഫാക്ടറി, മുറം, പതക്കം. ലേലം പോരുമായിട്ട് കണക്ട് ചെയ്ത് ലേലം ഓർത്തിരിക്കാം. ഫാക്ടറികൾക്ക് വേണ്ടിയാണല്ലോ ഇപ്പോൾ എന്താ പറയുക, ഇപ്പം തോക്കൊക്കെ ഉണ്ടാക്കുന്ന ഫാക്ടറിയൊക്കെ ഉണ്ടെങ്കിൽ അവിടെ പിടിച്ചെടുക്കാൻ വേണ്ടി പോരൊക്കെ നടക്കും. ഇപ്പോൾ ഈയിടെ തന്നെ ഉക്രൈനിലെ യുദ്ധത്തിൽ അവരുടെ മെയിൻ ഫാക്ടറിയുടെ ചുറ്റും റഷ്യക്കാരൊക്കെ വളഞ്ഞ് വലിയ വിഷയമൊക്കെ ആയിരുന്നല്ലോ. ഫാക്ടറിയിൽ നിന്ന് അങ്ങോട്ടും കൊണ്ടുപോകാൻ പറ്റത്തില്ല, ഇങ്ങോട്ടും കൊണ്ടുവരാൻ പറ്റത്തില്ല. ആ രീതിയിൽ സൈനികരെയൊക്കെ അതിനകത്ത് ഉൾപ്പെടുത്തി. അപ്പോൾ ആ രീതിയിൽ ഫാക്ടറികൾക്ക് വേണ്ടിയും പോര് നടക്കും. ഫാക്ടറിയും പോർച്ചുഗീസുകാരുമായിട്ട് ആ രീതിയിൽ കണക്ട് ചെയ്യാം. ലേലം, ഫാക്ടറി. പിന്നെ മുറം, പതക്കം. ഇത് രണ്ടും പോർച്ചുഗീസുകാരുടെ പദങ്ങളാണ്. പോർച്ചുഗീസുകാരിൽ നിന്നും മലയാളത്തിലേക്ക് ലഭിച്ച പദങ്ങളാണ് മുറവും പതക്കവും. കൊന്ത, കുമ്പസാരം, വികാരി, ചാവി. കൊന്ത, കുമ്പസാരം, വികാരി. അത് 3 കണക്ട് ചെയ്ത് പഠിക്കും. കൊന്ത, കുമ്പസാരം, വികാരി. 3 ക്രിസ്ത്യാനിറ്റിയുമായി ബന്ധപ്പെട്ട ഒരു 3 പദങ്ങളല്ലേ. കൊന്ത, കുമ്പസാരം, വികാരി. ഇവിടെ ആദ്യത്തെ സെമിനാരിയൊക്കെ സ്ഥാപിച്ചതും അല്ലെങ്കിൽ എന്താ പറയുക സെൻറ്റ് ഫ്രാൻസിസ് പള്ളിയൊക്കെ സ്ഥാപിച്ചതും അങ്ങനെ ഒരു ക്രിസ്ത്യാനിറ്റി ഇങ്ങോട്ട് കൊണ്ടുവരുന്ന ആ ഒരു രീതിയൊക്കെ പോർച്ചുഗീസുകാരല്ലേ. അപ്പോൾ അതുകൊണ്ട് ക്രിസ്ത്യാനിറ്റിയായിട്ട് കണക്ട് ചെയ്ത് കൊന്ത, കുമ്പസാരം, വികാരി. ഇത് 3 പോർച്ചുഗീസുകാരിലേക്ക് കണക്ട് ചെയ്യാമല്ലോ. കൊന്ത, കുമ്പസാരം, വികാരി 3 പോർച്ചുഗീസുകാർ നൽകിയ മലയാളത്തിലേക്ക് ലഭിച്ച അവരിൽ നിന്ന് ലഭിച്ച പദങ്ങളാണ്. ചാവി, ജനൽ, മേശ, കസേര, ബെഞ്ച്, വരാന്ത. ചാവി, ജനൽ, മേശ, കസേര, ബെഞ്ച്, വരാന്ത. നമ്മുടെ ചാവിയൊക്കെ എന്തിനെങ്കിലും കാറിൻ്റെയൊക്കെ ചാവിയൊക്കെ ജനലിൻ്റെ പുറകിലോ മേശയുടെ പുറകിലോ കസേരയുടെ പുറകിലോ ബെഞ്ചിൻ്റെ പുറകിലോ അല്ലെങ്കിൽ വരാന്തയുടെ മൂലയ്ക്കോ ഒക്കെ വെക്കുമെന്ന് ഓർത്തി. ചാവി, ജനൽ, മേശ, കസേര, ബെഞ്ച്, വരാന്ത. അപ്പോൾ ഒരെണ്ണം ഓർത്ത് എല്ലാം കൂടെ കണക്ട് ചെയ്ത് അത് മൊത്തം ഓർത്തിരിക്കാം. ചാവി, ജനൽ, മേശ, കസേര, ബെഞ്ച്, വരാന്ത. ചാവി ജനലിൻ്റെ പുറകിൽ അല്ലെങ്കിൽ മേശയുടെ പുറകിൽ കസേരയുടെ പുറകിൽ അല്ലെങ്കിൽ ബെഞ്ചിൻ്റെ പുറകിൽ വരാന്തയുടെ മൂലയ്ക്കൊക്കെ വെക്കും. ചാവി പോർച്ചുഗീസ് ആണെങ്കിൽ എല്ലാം പോർച്ചുഗീസ്. ചാവി, ജനൽ, മേശ, കസേര, ബെഞ്ച്, വരാന്ത. റാന്തൽ, വിജാഗിരി, അലമാര, ചായ, മേസ്തിരി, കുശിനി. റാന്തൽ, വിജാഗിരി, അലമാര, ചായ, മേസ്തിരി, കുശിനി. അലമാരയുടെ മുകളിലും വേണമെങ്കിൽ ചാവി വെക്കും. അതുപോലെ വിജാഗിരിയുടെ ഇടയ്ക്കും ചാവി വെക്കുമെന്ന് ഓർത്ത്. അപ്പോൾ അലമാരയും വിജാഗിരിയും ആ രീതി കണക്ട് ചെയ്യാം. പിന്നെ റാന്തൽ വിളക്ക് വെച്ച് ഇങ്ങനെ തപ്പി നോക്കിയാലേ പിന്നെ രാത്രി ഇരുട്ടത്തൊക്കെ ആണെങ്കിൽ കാണത്തുള്ളൂ എന്ന് ഓർത്താൽ റാന്തലും കണക്ട് ചെയ്യാം. റാന്തൽ, വിജാഗിരി, അലമാര. അങ്ങനെ കുറേ നേരം തപ്പി ക്ഷീണിച്ചതിന് ശേഷം ഒരു ചായ കുടിക്കുമെന്ന് ഓർത്ത്. സോ ചായയും കണക്ട് ചെയ്യാം. പിന്നെ മേസ്തിരി, കുശിനി രണ്ടും പോർച്ചുഗീസുകാരുടെയാണ്. മേസ്തിരി, കുശിനി. അപ്പോൾ പറഞ്ഞ പോയിന്റുകൾ പോർച്ചുഗീസുകാരിൽ നിന്ന് മലയാളത്തിലേക്ക് ലഭിച്ച പദങ്ങൾ ലേലം, ഫാക്ടറി, മുറം, പതക്കം, കൊന്ത, കുമ്പസാരം, വികാരി, ചാവി, ജനൽ, മേശ, കസേര, ബെഞ്ച്, വരാന്ത, റാന്തൽ, വിജാഗിരി, അലമാര, ചായ, മേസ്ത്രി, കുശിനി. ഈ യൂറോപ്യന്മാരുടെ വരവും സംഭാവനകളും എന്ന ടോപ്പിക്കിലെ ചെറിയൊരു ഭാഗം മാത്രമാണ് നമ്മളിവിടെ ഇന്ന് കംപ്ലീറ്റ് ചെയ്തത്. ബാക്കിയുള്ള ഭാഗങ്ങളൂടെ ഇന്ന് നിങ്ങൾ പഠിച്ചു തീർക്കാൻ ശ്രമിക്കുക. ഇങ്ങനെ ഓരോ ടോപ്പിക്കും കറക്റ്റായിട്ട് പഠിച്ചു പോയാൽ നമുക്ക് സിലബസ് നൈസായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഇന്ന് തന്നെ ബാക്കിയുള്ള സെക്ഷനുകൾ, ബാക്കിയുള്ള യൂറോപ്യന്മാരുടെ വരവും സംഭാവനകളും എന്ന ടോപ്പിക്ക് നിങ്ങളുടെ കയ്യിലെ സ്റ്റഡി മെറ്റീരിയൽ വെച്ച് പഠിച്ചു തീർക്കുക. പിന്നെ നമ്മുടെ കോഴ്സ് മേടിച്ചവർക്കെല്ലാം കോഴ്സിൽ അവൈലബിൾ ആണ്. കോഴ്സ് മേടിച്ചവർ അതിനകത്ത് പറയുന്നത് വെച്ച് തന്നെ അങ്ങ് പഠിച്ച് പോയാൽ മതി. അതിനകത്തെല്ലാം അവൈലബിൾ ആയിരിക്കും. കോഴ്സിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു വാട്സാപ്പ് നമ്പറിൽ PSC LDC എന്ന് മെസ്സേജ് അയച്ചാൽ മതി. ഓക്കെ.